അയ്യോ 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 എൻ്റെ വേറെ അയ്യോ വേദനിക്കുന്നേ. നിക്കി നല്ലോണം വെള്ളം കുടിക്കണം കേട്ടോ. ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ നീ? ആദ്യം എൻ്റെ കറങ്ങണ തലയും വേറൊന്നും ശരിയാവട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ വെള്ളം കുടിച്ചോളാം. ഇപ്പം എനിക്ക് വയ്യ. വവ്വാലി കടിച്ച പേരയ്ക്ക തിന്നരുതെന്ന് ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കണ്ടില്ലേ പനി തലയ്ക്ക് പിടിച്ചത്? തലയ്ക്ക് മാത്രമല്ല വയറിനും പിടിച്ചു. ഇനി വെള്ളമൊക്കെ കുടിച്ച് നന്നായി റെസ്റ്റ് ചെയ്തോ. ഞാൻ അപ്പുറത്തുണ്ടാവും. എങ്ങോട്ടെങ്കിലും പോ, അപ്പുറത്തുണ്ടായിട്ട് എന്താ കാര്യം? എന്റെ വയറുവേദന ഞാൻ തന്നെ സഹിക്കണ്ടേ? തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചവരുടെ പിന്നാലെ മറ്റു കുട്ടികൾ ഓടുന്ന CCTV ദൃശ്യങ്ങളും ഏഷ്യാനെറ്റ്. ഈ ന്യൂസൊക്കെ കണ്ടിട്ട് അമ്മയ്ക്ക് ട്രോമ ആവുന്നില്ലേ? ഫുള്ള് കിഡ്നാപ്പും മർഡറും. എന്തൊക്കെ ഈ നാട്ടിൽ നടക്കുന്നതെന്ന് അറിയണ്ടേ, എന്നാലേ ഇവിടെയൊക്കെ ജീവിച്ചു പോകാൻ പറ്റുള്ളൂ. എന്താ ഇതൊക്കെ അറിഞ്ഞിട്ട് അമ്മ ആരെങ്കിലും കൊല്ലാൻ പോവാണോ? എൻ്റെ ഈ കത്തി അകലത്തുനിന്ന് നീ മാറിന്നോ, അതാ നിനക്ക് നല്ലത്. ഒന്ന് പോവാ. എന്താണ് എടീ, എനിക്കൊരു ചെറിയ സഹായം വേണം. എൻ്റെ കാർഷിക ലോണിൻ്റെ പലിശ അടയ്ക്കുന്ന ഡേറ്റ് നാളെ. അപ്പോൾ കുറച്ച് പൈസ എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ മറിക്കാൻ. കഴിഞ്ഞ 3 വർഷമായിട്ട് ഈ പലിശ ഞാൻ തന്നെയല്ലേ അടയ്ക്കണത്. നീ കൃഷിപ്പണി നിർത്തി വേറെ വല്ല പണിക്കും പോകാൻ നോക്ക്, അതാ നല്ലത്. കറക്റ്റ്, അതുകൂടി പറയാൻ അങ്ങോട്ട് വന്നത്. നമ്മുടെ പഴയ CID കമ്പനി ഞാൻ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. അതിൻ്റെ ഓഫീസിൻ്റെ പണിയും പിന്നെ ഈ ലോണിൻ്റെ ബാക്കിയായിട്ട് കുറച്ച് കാശാശുണ്ട്. എല്ലാത്തിനും കൂടി നിന്റെ കയ്യിലുള്ള വള. അയ്യോ, വളയുടെ പോയി. ആ വള ഗ്യാസായി പോയി. അല്ല, നിനക്ക് വേറെ പണിയൊന്നുമില്ല അർജോ. ചേട്ടാ ഇവിടെ ഇല്ലാത്ത നിന്റെ ഭാഗ്യം. നീ CID പണി വീണ്ടും തുടങ്ങിയെന്ന് അറിഞ്ഞാലുണ്ടല്ലോ, ഇത് തീർന്നു. നീയേ ആ വീട് പണി വേഗം തീർത്തിട്ട് മാറാൻ നോക്ക്. എന്നിട്ട് വേറെ വല്ല ജോലി സംഘടിപ്പിച്ചിട്ട് ഒരു പെണ്ണ് കെട്ടാൻ നോക്ക്. CID ജോലിക്ക് എന്താ പ്രശ്നം? പണ്ട് ഞാനും നിക്കും കൂടി ഒരു കേസ് തെളിയിച്ചല്ലേ, എനിക്ക് ഓർമ്മയില്ലേ? പിന്നെ കേസ് തെളിയിച്ച് അന്ന് ആ ബംഗാളിനെ വാടകയ്ക്ക് എടുത്തതും കള്ളനായിട്ട് അഭിനയിപ്പിച്ചതൊക്കെ ഞാൻ അറിഞ്ഞ്. അതുകൊണ്ടേ CID പരിപാടിക്ക് എൻ്റെ കയ്യിൽ നിന്ന് 10 പൈസ കിട്ടൂല. വേണമെങ്കിൽ ഇപ്രാവശ്യത്തെ പലിശയും കൂടെ ഞാൻ അടയ്ക്കാം. സ്വർഗങ്ങൾ കണ്ണിൽ കാണും കയ്യില് കുറെ പൈസ ഒക്കെ തടഞ്ഞ ലക്ഷണമുണ്ടല്ലോ, എന്താ പരിപാടി? എടി, ഞാൻ ഈ കൃഷിപ്പണി നിർത്തി പഴയ ആ CID കമ്പനി ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയായിരുന്നു. എന്നിട്ട് പക്ഷെ നമ്മൾ ആ ബംഗാളി കേസ് ഉണ്ണിമോൾ അറിഞ്ഞു. ഇനിയിപ്പോ എന്താ ചെയ്യാന്നൊരു പിടിയില്ല. ഇനിയിപ്പോ ഒറ്റ വഴിയേ ഉള്ളൂ. മാമൻ എങ്ങനെങ്കിലും ഒരു കേസ് കണ്ടുപിടിച്ച് ആ കേസ് തെളിയിക്കണം. കഴിവ് തെളിയിച്ച പിന്നെ അമ്മയുടെ ക്യാഷ് വാങ്ങുന്നത് ഈസിയാണ്. പക്ഷെ കേസ് ഒറിജിനൽ ആയിരിക്കണം. ഐഡിയ കൊള്ളാം, പക്ഷെ കേസ് കൊടുത്ത് കിട്ടും. അല്ലെങ്കിൽ അത് ഞാൻ കണ്ടുപിടിച്ചിരുന്നു. മാമന് വേറെ പണിയൊന്നുമില്ലല്ലോ, ഇറങ്ങി തപ്പ്. അപ്പോഴേക്കും എൻ്റെ റെസ്റ്റും കഴിയും, പിന്നെ ഞാനും കൂടാം. ഓക്കെ, ഞാനൊന്ന് നോക്കട്ടെ. നീ എന്തായാലും ഒന്ന് റെസ്റ്റ് എടുക്ക്. ഞാൻ ഈ ലോൺ ഒന്ന് പുതുക്കിയിട്ട് നാളെ വരാം. ഓക്കെ, നാളെയോ മറ്റന്നാളോ എപ്പോഴാ വെച്ചവാ, ഇവിടെ ആർക്കും ഒരു ധൃതിയില്ല. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ആ ലാസ്റ്റ് ദിവസം ഭയങ്കര ടഫായിരുന്നു. ഔട്ട് ഓഫ് ഞാൻ ഇതില്ല. MCക്ക് പിന്നെ ഞാൻ ബെല്ലടിച്ചു കഴിഞ്ഞിട്ട് എഴുതിയത്. മൊത്തത്തിന് അവത്തേക്കാം ഭയങ്കര ടഫായിരുന്നു. ഞാൻ എന്തൊക്കെ എഴുതിയിട്ടുള്ളതൊക്കെ. അങ്ങനെ നമുക്ക് പിരിയാൻ സമയമായിരിക്കുന്നു. സമയമായി. അടുത്ത എക്സാമിനാണോ? ഓക്കെടാ, ബൈ. അവക്കാരോ ലിഫ്റ്റ് കൊടുത്തു. ഞാൻ ഇങ്ങനെ നടന്നു പോണം. കുഴപ്പമില്ല.
റാത്തുണ്ട്. ഇത് ഒരു 3 ദിവസത്തിനുള്ള മരുന്നുണ്ട് കേട്ടോ. ഇതവിടെ ഫാർമസിയിൽ നിന്ന് വാങ്ങണം കേട്ടോ. പൈസ ഒന്നും കൊടുക്കണ്ട കേട്ടോ. ഇവിടെ മരുന്ന് ഫ്രീ ആണോ? അതാ ഞാൻ എന്നെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത്. 15 കൊല്ലമായി ഡോക്ടർ ഈ ഹോസ്പിറ്റലിലുണ്ട്. അന്ന് തൊട്ട് ഇന്ന വരെ പാവങ്ങൾക്ക് ഇവിടെ എല്ലാം ഫ്രീയാണ്, മരുന്ന് ചികിത്സ എല്ലാം. ആയിക്കോട്ടെ. എന്താ 2 ചെറുപ്പക്കാരോട് വർത്താനം പറഞ്ഞു? വരൂ വരൂ. ഇവൻ 3-4 ദിവസമായിട്ട് ഭയങ്കര പുറമേത് പനി, ജലദോഷം, കഫക്കെട്ട് എല്ലാം. 2 ദിവസം കഴിഞ്ഞു. Explain to us the tendency a completely ചേച്ചി അല്ലാതൊന്നും നടക്കുവോ? ഒരു 10 മിനിറ്റ് കളിക്കാൻ വാ. എന്റെ ഫൈനൽ എക്സാം ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? അറിയാം. എനിക്ക് ഇറങ്ങി പോടി അവിടെ കുറയ്ക്കാൻ ഇറങ്ങിയേക്കാൾ. കളിക്കാൻ ആരും ഇല്ലല്ലോ. നിൽക്കുകയാണെങ്കിൽ റെസ്റ്റിലും. അയ്യോ, ആ പാവം പ്രാവിനെ കൊണ്ട് കാക്കകളെ കൊത്തുന്നു. ഇതിനകത്തൊന്നും ഇല്ലല്ലോ. അല്ലെങ്കിൽ വേണ്ട, എന്റെ കളക്ഷനിൽ വെച്ചേക്കാം. അർജുമാമനായിരിക്കും. ചേച്ചി, ഉണ്ണിമോളെ, അമൃത ഇതുവരെ എക്സാം കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടില്ല. ബസ്സിൽ അന്വേഷിച്ചപ്പോഴേ ദേവുവിന്റെ കൂടെ സ്റ്റോപ്പിൽ ഇറങ്ങി എന്ന് പറഞ്ഞു കണ്ടക്ടർ. ആണോ? ദേവു ഇങ്ങോട്ടൊന്ന് വന്നേ. അതെ, ഞങ്ങൾ ഒന്നിച്ചാണ് പോകുന്നത്. പക്ഷെ ജംഗ്ഷനിൽ വെച്ച് അവള് നിങ്ങളുടെ വീട്ടിലോട്ടുള്ള റോഡിലൂടെ കേറി. പിന്നെ ഒരു ജീപ്പ് വന്ന് നിർത്തിയത് കണ്ടു. ഞാൻ വിചാരിച്ചു അവൾ അതിൽ കയറി പോയിന്ന്. ജീപ്പോ? അവളങ്ങനെ ആരുടെ ജീപ്പിലൊന്നും കയറി പോകില്ലല്ലോ. ആരുടെ ജീപ്പാ? ആരാ ജീപ്പിലുണ്ടായിരുന്നത്? അത് ഞാൻ ശ്രദ്ധിച്ചില്ല ആന്റി. നിങ്ങളെ റിലേറ്റീവ്സ് ആരെങ്കിലും ആയിരിക്കും ഞാൻ കരുതിയത്. അയ്യോ ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ ആരും റിലേറ്റീവ് ഇല്ല. ദൈവമേ, എന്റെ മോള് ഞാൻ വിളിക്കുമ്പോ എന്ത് പറയും? ചേച്ചി ഇങ്ങനെ കരയാതെ. മോള് വേറെ വല്ല കൂട്ടുകാരുടെ വീട്ടിലുണ്ടെങ്കിലോ? എവിടെ ഇല്ല, ഞാൻ എല്ലായിടത്തും അന്വേഷിച്ചു. അവളെവിടെ ചെന്നിട്ട് പോലീസ് അറിയിക്കാം. അതെ, അമല് പറഞ്ഞതാ ശരി. നിങ്ങൾ വേഗം പോലീസ് സ്റ്റേഷനിലേക്ക് പോവാൻ നോക്ക്. എടാ അമലെ, നീ കൂടെ ചെല്ലേ. ചെല്ലേ. പലിശടിച്ചിട്ടോ? എന്തൊരു വിഷമം? പൈസ പോയിട്ടാണോ? ഏയ് അതല്ല അർജോ. ദേവുവിന്റെ കൂടെ പഠിക്കുന്ന അമൃതല്ലേ, ആ കുട്ടീനെ ഇന്നലെ മുതൽ കാണാനില്ല. ആരോ തട്ടിക്കൊണ്ട് പോയതാന്ന സംശയം. തട്ടിക്കൊണ്ടുപോയി? നമ്മുടെ നാട്ടിലോ? പരീക്ഷ കഴിഞ്ഞ് ബസ് ഇറങ്ങി അവർ രണ്ടുപേരും കൂടെ ഒന്നിച്ചാ നടന്നു വന്നത്. ജംഗ്ഷനിൽ എത്തിയപ്പോ ദേവു ഇങ്ങോട്ടും പോന്നു, ആ കുട്ടി ആ കുട്ടിയുടെ വീടിന്റെ അങ്ങോട്ടും പോയി.
ദേവ് നോക്കിയപ്പോ ഒരു ജീപ്പ് വന്ന് ആ കൊച്ചിനെ ആ ജീപ്പിനകത്ത് കയറ്റിക്കൊണ്ടുപോയി. ജീപ്പിലാത്ത ആരാന്ന് ദേവ് കണ്ടില്ലേ? ഇല്ല, അവള് കുറച്ച് ദൂരത്തുനിന്നല്ലേ കണ്ടത്. നീ ഇന്നലെ പറഞ്ഞ പോലെ ഒരു വലിയ കേസ് വന്നിട്ടുണ്ട്. ദേവിൻ്റെ ഒരു ഫ്രണ്ടിനെ ആരോ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. ഇതാണ് അവസരം. പോലീസ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമുക്കത് കണ്ടുപിടിക്കണം. നമ്മളല്ല, മാമൻ. ഈ കേസ് തെളിയിച്ച പിന്നെ ആരും മാമൻ്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യില്ല. CID കമ്പനി തുടങ്ങാനുള്ള ക്യാഷ് അമ്മ തന്നെ തരും. എനിക്ക് വരാൻ പറ്റിയില്ലെങ്കിലും എൻ്റെ ബുദ്ധി മാമൻ്റെ കൂടെ ഉണ്ടാകും. ധൈര്യമായിട്ട് മാമൻ അറിയിക്കോ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു CID നിക്കി. പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ ഈ കേസ് അന്വേഷിക്കും? ഒരു സഹായം കൂടി ഉണ്ടായിരുന്നെങ്കിൽ. മാമൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടോക്ക്. ഏതെങ്കിലും ഒരു മണ്ടന മാമന് കിട്ടാതിരിക്കില്ല. ഇരിക്കൂ. നോക്കൂ സുധാ, നിങ്ങൾക്ക് അറിഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ആ ഭാഗത്തൊന്നും CCTV ക്യാമറകൾ ഇല്ലാത്തതുകൊണ്ട് ഈ കാറിൻ്റെ നമ്പർ കണ്ടുപിടിക്കാൻ നല്ല പാടാണ്. സാറേ, എൻ്റെ മോൾക്ക് എന്ത് പറ്റി കാണും? നേരം എടുത്തിട്ടോട് വന്നില്ലല്ലോ സാറേ. അമൃതക്ക് മൊബൈൽ ഫോൺ ഉണ്ടോ? ഇല്ല സാർ, 10ാം ക്ലാസ്സിലല്ലേ, വാങ്ങിക്കൊടുത്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അവൾ ആ കാറ് കയറിപ്പോയത്? സാധാരണ ഇത്തരം കേസുകൾ കുട്ടികൾ സ്വന്തം ഇഷ്ടപ്രകാരം പോകാറുള്ളത്. ഇനിയിപ്പോൾ വല്ല പ്രേമോ ഒക്കെ അങ്ങനെ എന്തെങ്കിലും? അങ്ങനൊന്നുമില്ല സാറേ, നല്ല കുട്ടിയാ. അങ്ങനെ ആരുമായിട്ട് പ്രേമമൊന്നുമില്ല. നല്ലോണം പഠിക്കുന്ന കുട്ടിയപ്പോൾ. അതിപ്പോൾ അമ്മമാരറിയണമെന്നൊന്നുമില്ല. അവളുടെ കയ്യിൽ ഫോണില്ലെങ്കിലും കൂട്ടുകാരുടെ കയ്യിലൊക്കെ ഉണ്ടാവില്ലേ ഫോണ്. അങ്ങനെയും ബന്ധങ്ങൾ ഉണ്ടാവുമല്ലോ. ഇനിയിപ്പോൾ ആരെങ്കിലും നിർബന്ധിച്ച് കയറ്റിയാൽ തന്നെ അവൾ ബഹളം വെക്കൂലേ? അവളുടെ കൂട്ടുകാർ പറഞ്ഞത് അവൾ ബഹളം വെക്കുന്നൊന്നും കേട്ടില്ല എന്നാണ്. സാർ, അമ്മ അവളുടെ ഡയറികളും ബുക്കുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. എന്തെങ്കിലും കൂട്ടിയാൽ എന്നെ അറിയിക്കും. ഞങ്ങൾ എല്ലാ സ്റ്റേഷനിലേക്കും ലുക്കർ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ഹൈവേ പോലീസിൻ്റെ ചെക്കിങ് നടക്കുന്നുണ്ട്. സാറേ, എൻ്റെ മോക്കൊരു ആപത്ത് വരരുത്. ഒന്നും സംഭവിക്കില്ലെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. തൽക്കാലം നിങ്ങൾ വീട്ടിൽ പോയിക്കോ. പിന്നെ ആരെങ്കിലും ഫോണിൽ വിളിച്ചിട്ട് കാശോ എന്തെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ ഉടനെ എന്നെ അറിയിക്കണം കേട്ടോ. രമേശ്, ആ ബ്ലാക്ക് കാറിൻ്റെ ഡീറ്റെയിൽസ് വല്ലതും കിട്ടിയോ? ഇല്ല സാറേ, അത് അന്വേഷിക്കുന്നുണ്ട്. നിമോളെ, നിങ്ങൾ വിഷമിക്കണ്ട. ആ കുട്ടിയെ നമുക്ക് കണ്ടുപിടിക്കാം. പോലീസിൽ പരാതിപ്പെട്ടിട്ട് 12 മണിക്കൂർ കഴിഞ്ഞു. ഇതുവരെ ആ കുട്ടീനെ കുറിച്ച് ഒരു വിവരം കിട്ടിയിട്ടില്ല. പോലീസ് അന്വേഷണം മുറ പോലെ നേട്ടിട്ടില്ലേ? സമയമെടുക്കും. പക്ഷേ ഞാൻ പറഞ്ഞു വന്നതല്ല. ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടോ? എന്ത് കാര്യം? നീ ഇന്നലെ കുറേ കാര്യങ്ങൾ പറഞ്ഞായിരുന്നല്ലോ. ഞാൻ ആ CID കമ്പനി റീസ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം. അതിനുള്ള മറുപടി ഞാൻ അപ്പോഴേ തന്നല്ലേ. ഞാൻ അതിന് ഫണ്ട് ചോദിക്കാൻ വേണ്ടി വന്നതല്ല. ഞാനത് തുടങ്ങുന്നു എന്ന് പറയാൻ വന്നത്. ആ CID കമ്പനി ഇന്ന് ഇവിടെ ഞാൻ തുടങ്ങാൻ പോവുകയാണ്. ആദ്യത്തെ കേസ് ഓപ്പറേഷൻ അമൃത മിസ്സിംഗ്. BP വല്ലാതെ ലോ ആയിട്ടുണ്ടല്ലോ. എന്തു പറ്റി? എന്താ അത്ര ടെൻഷൻ? അത് പിന്നെ ഡോക്ടർ, ഇന്നലെ മുതൽ അമൃതയെ കാണാനില്ല. ഇന്നലെ എക്സാം കഴിഞ്ഞ് പോരുന്ന വഴിക്ക് ആരുടെ കാർ കയറി പോയി. പക്ഷെ ഞങ്ങൾ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒരു വിവരം ലഭിച്ചിട്ടില്ല. എന്താ നിങ്ങൾ ഈ പറയുന്നത്? എന്താ എത്ര നേരമായിട്ട് നമ്മളോട് പറയാതിരുന്നത്? അത് ഈ ടെൻഷന്റെ ഇടയിൽ മറന്നുപോയതാണ്.
സുദേശി പേടിക്കണ്ട കേട്ടോ, മോളെ നമ്മൾ കണ്ടുപിടിക്കും കേട്ടോ. SP രാമേന്ദ്രൻ സാറ് എൻ്റെ സുഹൃത്താണ്. അദ്ദേഹത്തെ വിളിച്ചിട്ട് ഞാൻ പെട്ടെന്ന് അന്വേഷണമൊക്കെ ഒന്ന് സ്പീഡാക്കാൻ പറയാം കേട്ടോ. ഹലോ സാറേ, എനിക്കൊരു സഹായം വേണമായിരുന്നു. നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്ന ഒരു പെൺകുട്ടി മിസ്സിങ്ങാ. ഒരു പാവപ്പെട്ട കുടുംബ. സാറൊന്ന് പേഴ്സണലായിട്ട് ഇടപെട്ടാൽ നന്നായിരുന്നു. ലോക്കൽ സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. സാറൊന്ന് വിളിച്ചു പറഞ്ഞൊന്ന് അന്വേഷണം ഒന്ന് സ്പീഡാക്കാൻ. അതെ, കുടുംബാട സ്റ്റേഷൻ. ഡീറ്റെയിൽസ് ഞാൻ വാട്സപ്പ് ചെയ്യാം. സാറൊന്ന് പേഴ്സണലായിട്ടൊന്ന് ഇടപെട്ടാൽ നന്നായിരുന്നു. ഓക്കെ ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു താങ്ക് യു താങ്ക് യു. SP ഇടപെട്ടാലേ അന്വേഷണം പിന്നെ സ്പീഡാവും. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക കേട്ടോ. അമൃതയ്ക്കൊന്നും സംഭവിക്കില്ല കേട്ടോ. താങ്ക് യു ഡോക്ടർ, ഞാൻ കാര്യം വിളിക്കാനില്ലായിരുന്നു. ഡോണ്ട് വറി. അമല് ഒന്ന് എൻ്റെ ക്യാബിൻ വരെ വരണേ. വിലക്കുറവിന്റെ മഹാത്ഭുതവും ഷോപ്പിംഗ്. ഇവിടെ കുറച്ച്. ഹലോ ഗൈസ്, ഞാൻ CID അർജുൻ. CID എനിക്ക് ശാരീരിക അസ്വസ്ഥതയുള്ളതിനാൽ എനിക്കൊരു അസിസ്റ്റന്റിനെ. അമ്മ, അർജുൻ പോസ്റ്റ് ഒക്കെ ഇട്ടുണ്ടല്ലോ പുതിയ അസിസ്റ്റന്റിന് വേണ്ടിട്ട്. യോഗ്യത, ധൈര്യം, നല്ല ബുദ്ധി, പിന്നെ ഞാൻ പറയുന്നതെല്ലാം അനുസരിക്കണം. ശമ്പളം കേസ് തെളിയിക്കുന്നതിന് 40%. താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക. അപ്പോൾ ജയ് ഹിന്ദ്. ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടിട്ട് ഇത്രയും നേരമായിട്ടും ഒരു പൂച്ച കുഞ്ഞു പോലും ഈ വഴി വന്നില്ല. അതൊക്കെ വന്നോളൂ. എന്താണ്, ആരും വന്നില്ലേ? ആര് വരാൻ, അവസാനം ഈ CID എനിക്ക് തന്നെ ഇറങ്ങേണ്ടി വരും. ഇന്നായിരുന്നു ഇന്റർവ്യൂ, കണ്ടില്ല? അല്ല, സാലറി ഒക്കെ സെറ്റാ. സാർ, ഗുഡ് മോർണിംഗ് സാർ. ജയ് ഹിന്ദ് സാർ. നല്ല ചുരുക്കം സാർ. വരുന്ന വഴിയിൽ പെട്രോൾ കഴിഞ്ഞ കുടുങ്ങി, ലേറ്റ് ആയത്, സോറി. എന്തായിരുന്നു പേര്? PK പ്രത്യുഷ്. നല്ല പേര്. താങ്ക് യു സാർ. പോലീസ് കോൺസ്റ്റബിൾ ആവാൻ വേണ്ടി ജനിച്ചതാണ് സാർ. 4 തവണ ഞാൻ PSC എഴുതി. ആദ്യത്തെ തവണ 2 മാർക്കിന് പൊട്ടി. രണ്ടാമത്തെ തവണ ഫിസിക്കലിൽ ഓട്ടം തെറ്റി. പിന്നെ ഇത്തവണ ലിസ്റ്റിൽ പേരുണ്ട്, പക്ഷെ മെയിൻ ലിസ്റ്റ് പേര് വന്നില്ല. ഓഹോ, അപ്പൊ നിയമമൊക്കെ അറിയാം? പിന്നെ അല്ലാതെ സാർ, IPC 302, 420 എല്ലാം അറിയാം സാർ. കൂടാതെ ലാത്തി ചാർജ്, FIR ഇടൽ, 20 മുതൽ കണ്ടെത്തൽ. പിന്നെ സാറിനോട് ഞാനൊരു കാര്യം പറയാം, ഞാൻ പ്രതികളെ മണത്തുവരെ കണ്ടുപിടിക്കും സാർ. സബാഷ്. അപ്പൊ നീ രണ്ടും കൽപ്പിച്ചിറങ്ങിയതാണല്ലേ? സാർ, സാറിന് ഒരു അസിസ്റ്റന്റിനെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഓടി വന്നാൽ സാറേ. യൂണിഫോമിൽ നിന്നുള്ളൂ, ഉള്ളിൽ പോലീസാ സാറേ, പോലീസ്. കൊള്ളാം. ഈ സെയിം സ്പിരിറ്റുള്ള ഒരാളാണ് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അറിയാലോ, ഈ സെയിം കേസ് പോലീസും അന്വേഷിക്കുന്നുണ്ട്. അവർക്ക് മുന്നേ നമുക്ക് തെളിയിക്കണം. കുറച്ച് റിസ്ക് ആണ്. റിസ്ക് എടുക്കാൻ മടിയുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ പോലീസ് യൂണിഫോം സ്വപ്നം കണ്ട് നടക്കില്ലായിരുന്നല്ലോ സാറേ. സാർ ഉത്തരവിട്ടാൽ മതി, എന്തിനും ഏതിനും പ്രത്യുഷ് റെഡിയാണ്. എങ്കിൽ യു ആർ സെലക്ടഡ്. ഇന്നു മുതൽ നീ ആണ് ജൂനിയർ CID. നിനക്ക് ഞാൻ കോട്ടൻ്റെ ഏജന്റ് P. പ്രത്യുഷ് ഡിജിറ്റൽ നിഴലുകൾ. സാർ, എന്ന് മുതലാണ് ഞാൻ ജോയിൻ ചെയ്യേണ്ടത്? ഇപ്പോ, ഈ നിമിഷം മുതൽ, ഇപ്പോൾ തന്നെ നമ്മൾ ക്രൈം സ്പോട്ടിലേക്ക് പോവുകയാണ്. റെഡി സാർ? വിരൽത്തുമ്പിൽ ലോകം, കോടുകൾക്കുള്ളിലെ മായാജാലം. നിക്കി പ്രത്യുഷ് ഡിജിറ്റൽ നിഴലുകൾ. നിമോൾ,
ഞാൻ പുതിയ ആളെ നിയമിച്ചു, പ്രത്യൂഷ്. ഞങ്ങൾ ഇപ്പൊ തന്നെ കേസ് അന്വേഷണത്തിന് പോവാണ്. എന്തെങ്കിലും വിവരം കിട്ടിയാൽ വിളിക്കാം. ഓക്കെ? പിന്നെ CID അർജുൻ, ഇടവഴികളിലെ CCTV കൂടി ഒന്ന് ചെക്ക് ചെയ്തേക്കൂ. അതൊന്നും നീ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ചെക്ക് ചെയ്യും. തൽക്കാലം നീ റെസ്റ്റ് എടുക്ക്. സാർ നമുക്ക് ഈ കോസ്റ്റ്യൂം ഒന്ന് മാറ്റി പിടിച്ചാലോ? യെസ്, ഇന്ന് തന്നെ അടിക്കാൻ കൊടുക്കാം. ഈശ്വര, വണ്ടി കേടായി വഴി കിടന്ന് ഒരു ചമ്മി നാറി വരണേ. ഒന്നും എഴുതാത്ത പേപ്പർ. ഇതെന്തിനായിരിക്കും ആ പ്രാവിന്റെ കാലിൽ കെട്ടിയിട്ടത്? ഇതാണ് മകന്റെ വിളിച്ചിട്ടുള്ള വഴി. ചെറിയ ഗേറ്റ് ഷെഡ്. അപ്പൊ ഇതന്നെ സാർ പോലീസ് ഇവിടെ ഒന്ന് ചെക്ക് ചെയ്താകെ കോളാക്കിയിട്ടുണ്ട് സാർ. നമുക്കിനി ഒന്നും കിട്ടാൻ ചാൻസില്ല. ഏജന്റ് പി, നിന്റെ പോലീസ് മൈൻഡ് ഉപയോഗിച്ച് ചിന്തിക്കുക. നാട്ടുകാർ പോലീസിനോട് എന്താ പറഞ്ഞത്? അങ്ങനെ ഒരു കാറ് മെയിൻ റോഡിലൂടെ പോയിട്ടേ ഇല്ലെന്നാ. എന്താ കാരണം? അവിടെ പോലീസ് ചെക്കിംഗ് ഉണ്ട്. അപ്പൊ പിന്നെ കാർ അങ്ങോട്ട് പോയി. ഡേറ്റ് കഴിയാത്താണല്ലോ സാർ. ഇതവിടെ ജീപ്പിന്റെ ടയർപ്പാട് കേട്ടോ. ദിശ വെച്ച് നോക്കുമ്പോൾ വണ്ടി ആ ഭാഗത്തേക്ക് പോകാനാണ് ചാൻസ്. അതെ, ഇതാ പാട്ടകരിമ്പ് തോട്ടത്തിലേക്കുള്ള വഴിയല്ലേ, ആ കാടിനടുത്തുള്ള. പക്ഷെ സാർ ഇത് അവിടെ അവസാനിക്കുന്നില്ലല്ലോ. ഈ റോഡ് കാട്ടിലൂടെ ചെന്ന് ചേരുന്നത് കേരള തമിഴ്നാട് ബോർഡറിലാണ്. മിക്കവാറും പോലീസുകാർ മെയിൻ റോഡ് തപ്പിയപ്പോൾ അവന്മാർക്ക് ഇതിലൂടെ എസ്കേപ്പ് ഉണ്ടാവും. ഫോറസ്റ്റിലൂടെ പ്രൈവറ്റ് വണ്ടി വിടും? ചാൻസ് ഇല്ല. കാരണം എൻട്രൻസിലും എക്സിറ്റിലും ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഒരൊറ്റ പ്രൈവറ്റ് വണ്ടി പോലും അവിടെ വിടില്ല. അത് ശരിയാ. പിന്നെ ആ വണ്ടി അവിടെ പോയി സാർ? അതിനല്ലേ ഞാനും പറഞ്ഞു, നമുക്ക് എന്തായാലും ഈ വഴി ഒന്ന് പോയി നോക്കാം. നമ്മൾ കാണാത്ത വല്ല വഴികൾ കണ്ടാലോ? വാടാ. അപ്പോൾ നമ്മുടെ അന്വേഷണം കറക്റ്റ് റൂട്ടിലാണല്ലോ സാർ. ഇവിടെ ഇങ്ങനെ പോകണ്ടായിരുന്നു. ടെസ്റ്റ് വഴി മുട്ടിയല്ലോ ഏജന്റ് പി. സാർ, ടയർപ്പാട് നേരെ പോയത് വെള്ളത്തിലൂടെയാണ്. വെള്ളം കുറവായതുകൊണ്ട് അവർ ഡ്രൈവ് ചെയ്താക്കിയ പോയിട്ടുണ്ടാവും. നമുക്കൊന്ന് പോയി നോക്കിയാലോ? തീർച്ചയായും ഏജന്റ് പി. വാ. സാർ സെഷൻ കീപ്പ് സാർ. സാർ, എവിടെ ഒരു ടയർപ്പാട്? പക്ഷെ ഇതൊരു ലോറിയുടെ. അന്ന് ജീപ്പ് വന്നപ്പോൾ ലോറിയായ പ്രതീക്ഷ, നിന്റെ ടയറിന്റെ റീഡിങ് എവിടെയോ പാളിയിട്ടുണ്ട്. അല്ല സാറ്, ഈ പാട് തുടങ്ങുന്നതന്നെ ഇവിടെ നിന്നാണ്. എൻ്റെ സംശയം അക്കരെ വരെ അമൃതയെ ജീപ്പിലെത്തിച്ചിട്ട് ഇക്കരയിൽ നിന്ന് ലോറിയിൽ കയറ്റി പോയതാണെങ്കിലോ? അങ്ങനെയാണ് കാർ തിരിച്ചു പോയ പാട് അപ്പുറത്ത് കാണണ്ടേ?
എന്തായാലും നമുക്ക് ഈ ടാപ്പാട് ഫോളോ ചെയ്തിട്ട് പോവാം. അവിടെ എന്തെങ്കിലും തുമ്പ് കാണാതിരിക്കില്ല. താഴെ പാൽ തീർന്ന് എനിക്ക് കണ്ണാടുന്നില്ല. ഓണി ക്ലാസ് വരണം. ദാഹിച്ചിട്ട് വയ്യ, ദാഹിച്ചിട്ട് വയ്യ. സാർ പഴയ വീട് ആരെ താമസിക്കുന്നത്? അത് പണ്ടേ ഈ റബ്ബർ വെട്ടുന്ന തോട്ടം തൊഴിലാളില്ലേ, അവർ നിൽക്കുന്ന പാടിയാ. ഓ പാടി. സാറേ പാട്. അത് ആനയുടെ പാടാൻ അങ്ങോട്ട് മാറുന്നു. പ്രതീക്ഷ ചുറ്റും ഒരു കണ്ണു വേണം. കഴിഞ്ഞ ആഴ്ച ഒരാളെ ചവിട്ടിക്കൊണ്ടിട്ടുള്ളൂ. അയ്യോ സൂക്ഷിച്ച്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇവിടെ ഒന്നും ആരുമില്ല. എവിടെ നിന്റെ ലോറിയും ജീപ്പും വെറുതെ മനുഷ്യന്റെ സമയം കളയാനായിട്ട്. അവിടെ പോവാ. സാർ ഒരു മിനിറ്റ്. ഇത് അമൃതയുടെ ആൾ ടിക്കറ്റ് ആണല്ലോ. അപ്പൊ നിന്റെ നിഗമനം തെറ്റിയിട്ടില്ല പ്രതീക്ഷ. ജീപ്പ് പുഴയുടെ അക്കരെ വന്നിട്ടുണ്ട്. കറക്റ്റ് സാർ. പക്ഷെ ജീപ്പ് തിരിച്ച് പോയിട്ടുമില്ല, ഇക്കരെ വന്ന ലോറി കാണാനുമില്ല. അപ്പൊ ഈ രണ്ട് വണ്ടികൾ എവിടെയാന്ന് അറിഞ്ഞാ അമൃത എവിടെയാന്ന് അറിയാൻ പറ്റും. പ്രത്യൂഷ്, ഇത് സാധാരണ ഒരു കിഡ്നാപ്പിംഗ് അല്ല. ഇതിന്റെ പുറകിൽ എന്തോ ഒരു പ്ലാനിങ് ഉണ്ട്. അവനെ ഓടിയല്ലോ. അവൻ പോയാലോ? വേണ്ട, അതാ കാട്ടിലേക്കാ. ഇത് സാധാരണ കാടല്ല, സഹ്യമലയുടെ താഴെ ഭാഗ. കയറുന്ന ഇത്തിരി റിസ്ക്കാ. ആനയും പുലിയും കടുവയും ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല ഇവിടെ. അല്ല സാർ, നമുക്കപ്പോൾ അമൃതനെ കണ്ടുപിടിക്കണ്ടേ? എനിക്ക് തോന്നുന്നത് അമൃതനെ ഇവര് കാട് കിടത്തി തമിഴ്നാട് ഏതോ ഭാഗത്തേക്ക് കൊണ്ടുവരുന്ന. എന്തായാലും നമുക്ക് ഈ നടന്ന് ഈ കാട് കിടക്കാൻ പറ്റില്ല. അതിനൊരു വഴിയുണ്ട് സാർ. എന്താ? നമുക്ക് ഹെലികോപ്റ്റർ ഉപയോഗിച്ച് കിടക്കാം. ഹെലികോപ്റ്റർ? മിസ്റ്റർ പി, സാർ താങ്കളുടെ അച്ഛൻ്റെ ഹെലികോപ്റ്റർ ഫ്രീ ആണോ? സോറി സാർ, ഞാൻ അത്രയ്ക്ക് ഓർത്തില്ല. വാ, നമുക്ക് എന്തായാലും ഇവിടുന്ന് പോവാം. അമൃതയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അന്വേഷിക്കാണ്ട്. ഓക്കെ സാർ. സാറേ, എന്നാൽ ഞാൻ വീട്ടിൽ പോയിക്കൂടെ? ഞാൻ ഇന്റർവ്യൂവിന് വന്നോണ്ടേ ഡ്രസ്സും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. യാ, അത് മതി. ഇന്നിനി വേറെ പരിപാടിയൊന്നുമില്ലല്ലോ. നാളെ രാവിലെ 8 മണിക്ക് വന്നാൽ മതി. പിന്നെ ഇതാ, ഇത് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ തെളിവാണ്. ഇത് എവിടെയും ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെച്ചോ. യെസ് സാർ. അപ്പൊ ശരി സാർ. ആൾ ടിക്കറ്റ് കിട്ടിയ കാര്യം അമൃതയുടെ അമ്മേനെ അറിയിക്കണ്ടേ അർജു? എന്റെ അഭിപ്രായത്തിൽ ഇപ്പൊ പറയണ്ടെന്നാ. കാരണം പറഞ്ഞ ചിലപ്പോ അവര് പോലീസിനോട് പറയാൻ ചാൻസ് ഉണ്ട്. അതെ, ഇപ്പൊ ആരും പറയണ്ട. അറിഞ്ഞ ഞങ്ങളുടെ CD അന്വേഷണം പോലീസ് അറിയും. എന്നിട്ട് അമൃത ചേച്ചി ഇപ്പോഴും ആ കാട്ടിൽ തന്നെയാണോ മാമ? അറിയില്ല നമ്മളെ. മിക്കവാറും കാട് കടന്ന് ഒരു തമിഴ്നാട് എത്തിയിട്ടുണ്ടാവും. ഞാൻ ഇപ്പോഴും പറയാണ്, എനിക്ക് അവളെ തട്ടിക്കൊണ്ടുപോയവര് തോന്നണില്ല, അവളായിട്ട് കയറിപ്പോയ പോലെ തോന്നണേ. അപ്പൊ പോലീസിന് കിട്ടിയ സ്കൂൾ ബാഗും മാമനിട്ടിയ ഹാൾ ടിക്കറ്റും? അതെനിക്കറിയില്ല. ദേവു, അമൃതയ്ക്ക് സ്കൂളിൽ ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടായിരുന്നു? ശത്രുക്കളൊന്നും എന്റെ അറിവിൽ അങ്ങനെ ഇല്ല. അവൾ ആരോടും അങ്ങനെ അധികം മിണ്ടാറില്ല. പക്ഷെ എന്നോട് ഭയങ്കര കമ്പനിയാ. സ്കൂൾ തൊട്ട് വരുമ്പോഴാണ് അവളുടെ കാര്യങ്ങളൊക്കെ എന്നോട് പറയാറ്. ഈ കാര്യങ്ങൾ എന്ന് പറയുമ്പോ എങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കാറ്? ഈ വീട്ടിലത്തെ കാര്യങ്ങളും
പിന്നെ അവളുടെ പഴയ നാട്ടിലത്തെ കൂട്ടുകാരെ കാര്യങ്ങളും അതൊക്കെ. ആള് പാവാണ്. പഴയ നാട് അപ്പൊ വലിയ നാട്ടുകാരല്ലേ? അല്ല, അവര് 2 വർഷം മുന്നേ ഈ നാട്ടിലോട്ട് വന്നത്. അന്ന് അവര് വാടക വീട് അന്വേഷിച്ച് നടന്നപ്പോ ഞാനാ ഈ വീട് സെറ്റാക്കി കൊടുത്തത്. ഓ, അപ്പൊ ഈ നാട്ടിൽ വരുന്നതിന് മുമ്പ് അവരെവിടെ താമസിച്ചോണ്ടിരുന്നത്? അത് എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല, ഞാനൊട്ട് ചോദിച്ചിട്ടുമില്ല. പാലക്കാട് തമിഴ്നാട് ബോർഡറിൽ എവിടെയാണെന്ന് തോന്നുന്നു. എപ്പോഴും അവള് പറഞ്ഞൊരു ഓർമ്മ. ഈ കുട്ടിയുടെ അച്ഛൻ ഗൾഫിലാണല്ലേ? ആ അതെ, പക്ഷെ അയാൾ ഇതുവരെ ഈ നാട്ടിൽ വന്നിട്ടില്ല. 3 വർഷമായിട്ട് ഗൾഫിലാ. അല്ലേ? അങ്ങനെ സുധേച്ചി എന്നോട് പറഞ്ഞത്. ആ അതെ. അവരുടെ മോൻ എന്താ ചെയ്യുന്നത്? ആര്? അമലേട്ടനോ? പുള്ളി ഇൻഷുറൻസ് ഏജന്റ് ആണ് മാമ. ആ പിന്നെ അവരുടെ രണ്ടുപേരെ അമ്മ വേറെയാണ്. അമലേട്ടൻ അവരുടെ അച്ഛന്റെ ആദ്യത്തെ ഭാര്യയിലുള്ളതാ. അതെനിക്കും അറിയില്ലായിരുന്നു അർജോ. അവരുടെ പഴയ കാര്യങ്ങളൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. മൊത്തത്തിൽ എന്തൊക്കെയോ ദുരൂഹതയുണ്ടല്ലോ CID അർജുൻ. നമുക്ക് അവിടെ നാട്ടിൽ പോയി ഒന്ന് അന്വേഷിക്കേണ്ടി വരും. അല്ല ചേച്ചി, അമൃത ചേച്ചിനെ കാണാൻ വേണ്ടിട്ട് ഒരാൾ സ്കൂൾ ഗേറ്റിന്റെ അവിടെ വരെ ഇടയ്ക്കിടയ്ക്ക് വരാറില്ലായിരുന്നോ? ആ യെസ്, ദിയ പറഞ്ഞപ്പോഴാണ് ഞാൻ ആ കാര്യം ഓർത്തത്. അങ്ങനെ ഒരാൾ വരാറുണ്ടായിരുന്നു. അമൃതയ്ക്ക് അയാളെ കാണുമ്പോ എപ്പോഴും ഒരു പേടിയും വെപ്രാളൊക്കെ ഉള്ള മാതിരി എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഞാൻ ചോദിച്ചപ്പം അവളൊന്നും പറയാതെ ഒഴിഞ്ഞു മാറി. 2-3 വട്ടം ഞാൻ ചോദിച്ചു, പിന്നെ ഞാനത് വിട്ടു. അവനെ കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും? മുഖം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയിട്ടില്ല. എപ്പോഴും തൊപ്പിയൊക്കെ വെച്ച് അമൃത ചേച്ചിനെ തന്നെ ആ ഗേറ്റിൽ നിന്ന് നോക്കിക്കും. അങ്ങനെയാണെങ്കിൽ ഈ കിഡ്നാപ്പിങ്ങിന് അമൃതയുടെ ഭൂതകാലമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടായിരിക്കും. അവളുടെ പഴയ നാട് എവിടെയാണ്? ആരാണ് അവളെ ഫോളോ ചെയ്യുന്നത്? എന്തിനാണ് അയാളെ ഫോളോ ചെയ്യുന്നത്? ഇതെല്ലാം കൂടി വലിയൊരു കുരുക്കാണ്. ഞാനെന്തായാലും രാവിലെ അമൃതയുടെ വീട് വരെ ഒന്ന് അന്വേഷിക്കട്ടെ. തൽക്കാലം എല്ലാവരും പോയി കണ്ടു. സൂക്ഷിച്ച് കിടക്കണേ, ഇവിടെ വയറുകൾ കിടക്കുന്നുണ്ട്. അണ്ണാ, അവളെങ്ങനെ റൂമിൽ നിന്ന് പോയത് എനിക്കറിയില്ല അണ്ണാ. ഞാൻ റൂം നന്നായിട്ട് ലോക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് അലർച്ച ബഹളങ്ങളൊന്നും ഇഷ്ടമല്ല. ഇവിടുന്ന് കൊണ്ടുപോകുന്ന ഫോറിനേഴ്സിനെ ഒടിവോ ചതവോ എന്തെങ്കിലും ഉണ്ടായാൽ എനിക്ക് തുക കുറയും. ഇനി ആരെങ്കിലും ആ വാതിൽ തുറന്ന് പുറത്ത് പോയെന്നറിഞ്ഞാ പിന്നെ വെട്ടി കണ്ടിച്ചിട്ട് പന്നിക്ക് ഞാൻ തീറ്റയാക്കി കൊടുക്കും. മനസ്സിലാടാ? ആ പെണ്ണിനെ എടുത്ത് അടുത്ത റൂമിലേക്ക് പോയിട്ടേക്ക്.
അടുത്ത 3 എണ്ണത്തിനെ കൂടെ കിട്ടിയെങ്കിൽ മാത്രമേ ഷിപ്മെൻ്റ് ഇവിടെ നിന്ന് പുറത്തിറക്കി വെക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് വേണം എനിക്ക് മനസ്സമാധാനമായിട്ടൊന്ന് ഉറങ്ങാൻ. ഇന്നലെ രാത്രി ഇവിടെ നിന്ന് അറ്റാക്ക് നടന്നോ? സാറിന് പറ്റിയ സാർ? ഏയ്, അറ്റാക്ക് ഒന്നും നടന്നില്ല. പക്ഷെ ഇന്നലെ രാത്രി ആരും അവിടെ കയറി റൂമെല്ലാം അരിച്ചു പെറുക്കിയിട്ടുണ്ട്. എന്നിട്ട് സാർ എന്തായാലും അവനടിച്ച് പഞ്ഞിക്കിട്ട് കാണുന്ന എനിക്കറിയാം. അതിന് CID അർജുൻ ഭയങ്കര ഉറക്കമായിരുന്നു. അവസാനം ഞാൻ കിടന്ന് കുറച്ചപ്പോഴാണ് കള്ളൻ ജനൽ വഴി ചാടി ഓടിപ്പോയത്. ഞാൻ പുറകെ ഓടിപ്പോയി, പക്ഷേ പിടിക്കാൻ കിട്ടിയില്ല. സാർ, നമ്മുടെ മെയിൻ തൊട്ടി മുതൽ അമൃതയുടെ ഹാൾ ടിക്കറ്റ്. അയ്യോ, പൗണ്ടല്ലേ സാർ? അത് വീട്ടില്ല. പോയിട്ടില്ല. ഇതെന്ത് കോല അർജു? ഇതെന്താ മുറി കാലം കോലപ്പെടുത്തിട്ടേക്കണേ? എന്നിട്ട് CID പണി മാറ്റിയിട്ട് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിട്ടോ കേട്ടോ. ഇത് ഞാൻ ചെയ്തതല്ല. ഇന്നലെ അതോടെ കള്ളൻ കയറി, അവൻ ചെയ്തിട്ട് പോയതാണ്. കള്ളനോ? എന്നിട്ട് എന്തെങ്കിലും മിസ്സായോ? ഇല്ല, ഒന്നും മിസ്സായിട്ടില്ല. അതാണ് എന്റെ അത്ഭുതം. ഇവിടെ എത്ര അരിച്ചു പെറുക്കിയിട്ടും അവൻ ഈ ഹാൾ ടിക്കറ്റ് കിട്ടിയിട്ടില്ല. പോലീസിന് പോലും കിട്ടാത്ത മെയിൻ തെളിവത് ഇതവൻ തൊട്ടിട്ടില്ല. എന്നാ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട കള്ളനായിരിക്കൂല, വല്ല ലോക്കൽ കള്ളന്മാരും ആയിരിക്കും. എന്തായാലും നീ ഇതൊക്കെ എന്ന് അടുക്കി പെറുക്കി വെക്കേ. അവള് പറഞ്ഞ പോലെ ഒരു ലോക്കൽ കള്ളനല്ല ഇത്. പക്ഷെ നമ്മുടെ തൊണ്ടിമേൽ നഷ്ടപ്പെട്ടിട്ടുമില്ല. പിന്നെ എന്തിനായിരിക്കും അവൻ ഈ വീട്ടിൽ കയറിയത്? എന്റെ പണി തുടങ്ങി. സാർ, എനിക്ക് തോന്നുന്നത് അവൻ മറ്റെന്തോ അന്വേഷിച്ചു എന്നാണ്. സാറിന്റെ വിലപ്പെട്ട മറ്റെന്തോ. വിലപ്പെട്ടതോ? അതിന് എൻ്റെ കയ്യിൽ വിലപ്പെട്ടൊന്നുമില്ലല്ലോ. അത് ഞങ്ങൾക്ക് മാത്രമല്ലേ അറിയുള്ളൂ, കള്ളനതൊന്നും അറിയില്ലല്ലോ. പ്രതീഷ്, അങ്ങനെയാണെങ്കിൽ നമ്മളറിയാത്ത എന്തോ ഒരു പ്രധാനപ്പെട്ട സാധനം ഈ വീട്ടിലിരിപ്പുണ്ട്. അതെടുക്കലാണ് കാണലിന്റെ ലക്ഷ്യം. ഈ വീട്ടിലോ? അതെന്ത് സാർ? സാർ, അത് കണ്ടുപിടിക്കലാണ് ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ടാസ്ക്. രമേശ, ഈ കേസ് അന്വേഷണത്തിന് ബൈക്കാണ് നല്ലത്. ഏത് ഇടവഴിയിലൂടെ പോവാലോ. എന്നാ സാറേ, നമുക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിനോട് പറഞ്ഞ് 3 ബൈക്ക് വാങ്ങിച്ചാലോ? നീ കയറ്. രമേശ, ഈ വഴി അന്ന് നമ്മുടെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ലല്ലോ. ഇതൊരു പൊതുവഴിയല്ല സാറേ, ഇതാ എസ്റ്റേറ്റുള്ള വഴിയാ. അങ്ങനെയാണെങ്കിൽ ആ കിഡ്നാപ്പേഴ്സ് ഇതുവഴി പോയിട്ടുണ്ടെങ്കിലോ? നമുക്കൊന്ന് പോയി നോക്കാം. തോടാണല്ലോ രമേശ. സാറേ, വണ്ടി ഇവിടെ വെച്ച് നമുക്ക് നടന്നു പോകാം. ആ, അതേ പറ്റും. പക്ഷെ ജീപ്പ് എടുക്കായിരുന്നു അല്ലേ? ഞാനും അത് ആലോചിച്ചിരുന്നു സാറേ. വാ പോവാം. രമേശ, ഇവിടെ ഇങ്ങനൊരു വീടുള്ള നമ്മൾ പ്രതീക്ഷിച്ചില്ലല്ലേ? അതെ സാർ.
ഇവിടെ ഒരു ട്രക്ക് വന്ന് പോയതിൻ്റെ പാടുകളുണ്ട്. എന്നാലും നമുക്ക് കിട്ടിയ CCTV വിഷയമില്ലേ അതില്ല. വാ. സാറേ ഇനി ഈ വയ്യങ്ങാനും ആ കാണുന്നത് ഫോറസ്റ്റാ. അത് അങ്ങോട്ടുള്ള വഴിയായിരിക്കും. അങ്ങോട്ട് പോകുന്നത് പോസിബിൾ അല്ല. നമുക്ക് മുമ്പ് ഇവിടെ ആരോ വന്നിട്ടുണ്ട് രമേശ. ഒരു ബൂട്ടിട്ടവൻ. ഇനി ആ തട്ടിക്കൊണ്ടുപോയവരാരെങ്കിലും? നോ, ടയറിൻ്റെ മുകളിലാണ് ഷൂവിൻ്റെ പാടുള്ളത്. ദാറ്റ് മീൻ വണ്ടി വന്ന് പോയതിന് ശേഷമാണ് ഇവർ പോയിട്ടുള്ളത്. മാത്രമല്ല നമ്മൾ വരുന്ന വഴിയിലൊക്കെ ഇതേ ഷൂവിൻ്റെ പാട് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തോടിൻ്റെ കരയിൽ ഒരു ബുള്ളറ്റിൻ്റെ ടയർ പാട് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ കിഡ്നാപ്പർ അല്ലാതെ വേറെ ആരോ നമുക്ക് മുമ്പ് സഞ്ചരിക്കുന്നുണ്ട്. അതാരാണെന്ന് കണ്ടുപിടിക്കണം. പക്ഷേ അതെങ്ങനെ കണ്ടുപിടിക്കും സാർ? അതിനൊരു വഴിയുണ്ട്. നമുക്ക് മുന്നേ സഞ്ചരിച്ചവനല്ലേ, അവനിപ്പോൾ അമൃതയുടെ വീട്ടിൽ കാണും. വീട്ടിൽ എനിക്കെന്തോ പേടിയാവണമ്മ. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവോ? നീ വേണ്ടാത്തൊന്നും ചിന്തിക്കണ്ട. പോലീസ് എല്ലായിടത്തും അന്വേഷിക്കുന്നുണ്ടല്ലോ. പിന്നെ നിന്റെ മാമനും സഹായം കൂടെ രാവിലെ തന്നെ ഇതിന്റെ പുറകെ ഇറങ്ങിയിട്ടുണ്ട്. അവര് കണ്ടുപിടിച്ചോളും. ആ ചേച്ചി, മാമൻ സൂപ്പറാ. പണ്ട് ബംഗാളിനെ കണ്ടുപിടിച്ച മാതിരി ഇതും കണ്ടുപിടിക്കും. നീ ഒന്നും മിണ്ടാതിരിക്കണ്ടോ ദിയ? ഇത് കോമഡി അല്ല. ഓ അത് വിട്, അമൃതേനെ അവര് കണ്ടുപിടിച്ചോളും. പിന്നെ ഇന്നലെ നിന്റെ സയൻസ് എക്സാം അല്ലായിരുന്നോ? എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാം കുഴപ്പമില്ലേന്നു. കുറെ ഒക്കെ ഔട്ട് ഓഫ് സിലബസ് ആയിരുന്നു. കെമിസ്ട്രിന്ന് ഒന്നൊരു ക്വസ്റ്റ്യൻ കേൾക്കണോ? ഇൻവിസിബിൾ ഇങ്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യണത്? ഇൻവിസിബിൾ ഇങ്കോ? അതെന്താ ചേച്ചി? അത് ഈ നാരങ്ങ നീരോ ഓർഗാനിക് ആസിഡോ വെച്ച് വൈറ്റ് പേപ്പറിൽ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലാങ്ക് ആയിരിക്കും, നമുക്കൊന്നും കാണൂല. ബ്ലാങ്ക് പേപ്പർ? എന്നിട്ട് അതെങ്ങനെ വായിക്കോ? അത് മെഴുകുതിരിന്റെ മുകളിലോ അല്ലെങ്കിൽ നല്ല പവറുള്ള ലൈറ്റിന്റെ മുന്നിലോ കാണിക്കുമ്പം അതിലെ കാർബൺ കോമ്പൗണ്ട്സ് ഓക്സിഡൈസ് ആയിട്ട് അതിലത്തെ ലെറ്റർ തെളിഞ്ഞു വരും. ചേച്ചി, അപ്പൊ ഈ ടോർച്ച് ലൈറ്റ് അടുപ്പിച്ച് വെച്ചാ അതിന്റെ അക്ഷരങ്ങൾ തെളിഞ്ഞ് കാണാൻ പറ്റുമോ? ലൈറ്റിന് ചൂടുണ്ടെങ്കിൽ ചിലപ്പോ കാണാം. അല്ല, നീ ഇപ്പൊ എന്തിനാ ഇതൊക്കെ ചോദിക്കണേ? പറയാം, ചേച്ചി ഒന്ന് എന്റെ കൂടെ വാ. ഇതെന്താ ദിയ? ഇത് ഞാനത് എടുത്തു നോക്കിയപ്പോ ഇതാ ബ്ലാങ്ക് പേപ്പർ. പ്രാവിന്റെ കാലില് ബ്ലാങ്ക് പേപ്പറോ? ആ, എന്നിട്ട് ഇന്നലെ ഞാൻ നോക്കിയപ്പോ വെളിച്ചത്തിൽ ഇതിലൊരു വര മാറി വന്നു. ചേച്ചി പറഞ്ഞ പോലെ ഇതൊരു ഇൻവിസിബിൾ ഇങ്കാണെന്നൊന്ന് നോക്കിയാലോ? ഈ പ്രാവിന്റെ കാലിലൊക്കെ മെസ്സേജ് അയക്കണത് പണ്ടത്തെ കാലത്തെ ഏർപ്പാടാ. അങ്ങനെയാണെങ്കിൽ ഇതിലെന്തോ ദുരൂഹത ഉണ്ട്. നീ പോയി ആ ലൈറ്റ് എടുത്തിട്ട് വാ. ആ, ഒരു ചിഹ്നം. വാളും ചന്ദ്രക്കലയും. ഇതൊരു പാർട്ടിയുടെ ചിഹ്നല്ലേ ചേച്ചി? അത് അരിവാൾ ചുറ്റിക നക്ഷത്രം. ഇത് വേറെ. ഇത് പക്ഷെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. എന്നാ നമുക്കിത് മാമനെ കാണിച്ചാലോ? വേണ്ട, ഇപ്പൊ കാണിക്കണ്ട. മാമൻ ഇപ്പൊ അമൃത കേസിന്റെ പുറകെയാ. അതിന്റെ ഇടയ്ക്ക് ഇതും കൂടെ കാണിച്ചു കഴിഞ്ഞാൽ മാമൻ പിന്നെ ഇതിന്റെ പുറകെ പോവും. തൽക്കാലം നമുക്ക് ഈ ഡയറി തന്നെ വെക്കാം. ഞാൻ ഇതിന്റെ ഫോട്ടോ എടുത്ത് വെക്കട്ടെ.
ദിയ, ഈ കാര്യം നമ്മൾ രണ്ടുപേരും അല്ലാതെ വേറെ ആരും അറിയരുത്, അമ്മ പോലും. മനസ്സിലായോ? ഓക്കെ. ഇതാണ് വീട്. ആ ആരുല്ലേ? സുഖേച്ചി. ആ അമ്മ അകത്തുണ്ട്. ആ മാറോ. പോലീസിന്റെ ഇല്ല അർജുൻ, ഞാൻ 2-3 പ്രാവശ്യം സ്റ്റേഷനിൽ പോയിരുന്നു, ഒരു വിവരം കിട്ടി. കാണാതെ പോയ കുട്ടികളല്ല, എല്ലാ പ്രതികളും ഇവിടെ അല്ല. ചേച്ചി, ഈ പോലീസ് കേസ് അന്വേഷിക്കുന്ന കൂടുതൽ ഞങ്ങളും കൂടി ചില കാര്യങ്ങൾ അന്വേഷിക്കുന്നു. ആരന്വേഷിച്ചാലും വേണ്ടില്ല അർജുനെ, എനിക്ക് എത്രയും പെട്ടെന്ന് എന്റെ മോളെ ഒന്ന് കിട്ടിയാൽ മതി. അമൃതേ ഒരാൾ സ്ഥിരമായിട്ട് സ്കൂളിൽ ഫോളോ ചെയ്യണമായിരുന്നു ചേച്ചിക്കാരായിരുന്നു. ഒരു തൊപ്പി വെച്ച ആള്. ഇല്ല, എനിക്കറിയില്ല. ചേച്ചി, ഞങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ അറിയാം. എന്താ അർജുനേട്ടാ അത്? ഏത് തൊപ്പിക്കാരാ? ഇതൊക്കെ പോലീസ് അന്വേഷിക്കേണ്ട കാര്യമാണല്ലേ? വോയിസ് റൈസ് വേണ്ട, CIDC ചോദ്യം ചോദിക്കും. അന്ന് അവര് പോലീസിനോട് പറഞ്ഞത് അമൃതയ്ക്ക് മൊബൈലില്ലെന്നല്ലേ. പിന്നെന്തിനാ ഇന്നലെ വൈകുന്നേരം മുതൽ നിങ്ങളുടെ ഫോണിൽ നിന്ന് അവൾക്ക് മെസ്സേജ് അയക്കുന്നത്? അതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാ? വെറുതെ എൻ്റെ പെങ്ങളെ പറ്റി അപവാദനാക്കി പറയരുത്. നിങ്ങളൊന്ന് ഇറങ്ങി പോയിക്കേ. നിങ്ങളോട് ഇറങ്ങി പോവാനാ പറഞ്ഞേ. ഞങ്ങൾ പോക്കോളാം, പക്ഷേ ആ തൊപ്പിക്കാരനെ ഞങ്ങൾ പോകും. ചേച്ചി, സ്വന്തം മോളുടെ ജീവൻ വെച്ചാൽ നിങ്ങൾ കളിക്കുന്നത്, അത് ഓർമ്മ വേണം. എന്താണ് കുറെ കാലമായാലോ പിടിയേറാതെ നടക്കണ? പ്ലീസ്, ഞങ്ങൾ പറഞ്ഞതല്ലേ ഞങ്ങൾക്ക് കുറച്ച് സമയം തരണമെന്ന്. പിന്നെ എന്തിനാണ് എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത്? എത്ര സമയം തന്നു സുധമോളെ നിനക്ക്? ഒന്നും നടന്നില്ലല്ലോ. നീ ഒരു കാര്യം ചെയ്യ്, ചെന്ന് വണ്ടി കയറി, നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടുപോയിടാം. എന്താ നിനക്കൊരു വൈക്ലഭ്യം? വാ. എങ്ങോട്ടാണ് നീ ഓടുന്നേ? പറടാ, അമൃത നീ എവിടെ ഒളിപ്പിച്ചേച്ചാ? ഏത് അമൃത? എനിക്കറിയാൻ പാടില്ല സാറേ, ഞാൻ പലിശക്ക് പണം കൊടുക്കുന്ന ആളാ. പലിശക്കാരനാ? അപ്പൊ താനല്ല അമൃതനെ തട്ടിക്കൊണ്ടുപോയത്? അല്ല, പിന്നെ എന്തിനാണോ താൻ സ്കൂളിൽ അവളെ ഫോളോ ചെയ്തത്? സത്യം പറഞ്ഞോ, അല്ലെങ്കിൽ തന്നെ ഇവിടെ തല്ലും. അയ്യോ ഇല്ല സാറേ, ഈ സുധ 1 ലക്ഷം ഉറുപ്പ്യ പലിശക്ക് മേടിച്ചപ്പോൾ അത് കിട്ടാതായപ്പോൾ ഞാൻ ആ കുട്ടീനെ വരട്ടി എന്നുള്ള സത്യമാണ്. അല്ലാതെ മിസ്സിംഗ് കേസുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. സാറേ മഹാകള്ളനാണോ? അങ്ങനെ പൊട്ടിച്ചലേ.
അയാൾ പറഞ്ഞത് സത്യമാണ്. ഞാൻ അയാൾക്ക് പൈസ കടം കൊടുക്കണ്ടായിരുന്നു. അതെല്ലാരും അറിയാൻ നാണക്കേടാവെന്ന് വിചാരിച്ചിട്ടാ ഞാൻ എന്നോട് കളവ് പറഞ്ഞു. ഈ കാര്യം മറച്ചു വെച്ചുകൊണ്ട് എന്തുണ്ടായേ? ഞങ്ങളുടെ അന്വേഷണം വഴിതെറ്റിപ്പോയില്ലേ? വൈകുന്ന ഓരോ നിമിഷവും അമൃതയുടെ ജീവാപകടത്തിലാണ്. അവനറിയാം. അവൻ അടച്ചു വിട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ വെക്കുക കേട്ടോ. ഇതിനുള്ളിലേക്ക് ഒരു ഉറുമ്പ് കയറുന്നുണ്ടോ നോക്കൂ. കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. നോക്കുക, ബ്ലഡ് കണ്ടില്ലേ? പനിയൊക്കെ മാറും കേട്ടോ. ഇതിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം മോൻ്റെ അസുഖം എന്താ നോക്കിയിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം കേട്ടോ. റിസൾട്ട് നാളേക്കാണ് വരിക കേട്ടോ. ഓക്കെ, ശരി, പോയി. ആ സുധേച്ചി, എന്ത് പറ്റി? ഡോക്ടർ, എന്റെ മോളെ കുറിച്ച് ഒരു വിവരമില്ല. ചേച്ചി കരയേണ്ട ചേച്ചി. ഞാൻ നമ്മുടെ SP സാർ ഒന്നും കൂടി ഒന്ന് വിളിക്കട്ടെ കേട്ടോ. 1 മിനിറ്റ്. നമ്മുടെ കേസിൻ്റെ കാര്യം എന്താ നോക്കാം. ഹലോ സാറേ, ഞാൻ ഡോക്ടർ ഫിലിപ്പാണ്. നമ്മളുടെ അമൃത മിസ്സിംഗ് കേസ് എന്തായി? അവിടെ കുട്ടിയുടെ അമ്മ വന്നിട്ട് നല്ല കരച്ചിലാണ് ഇവിടെ. ഓക്കെ, താങ്ക് യു സാർ. ഞാൻ പറയാം. കേട്ടില്ലേ? അന്വേഷണം ഊർജിതമായിട്ട് നടക്കുന്നുണ്ട്. ചേച്ചി ധൈര്യമായിട്ടിരിക്കും. എക്സാം കഴിഞ്ഞിട്ട് എത്ര നേരമായി? ഞാൻ വിചാരിച്ച പോലെ കടയിലും കയറി ഇരിക്കുന്നത്. അതെന്നും വരുന്ന ബസ് മിസ്സായി. പിന്നെ കിട്ടിയ ബസ്സിന് കയറി പോകുന്ന കയറ്റത്തിൽ ഇറങ്ങി. വൈകിയപ്പോ ഞാനൊന്ന് പേടിച്ചു. അല്ല, ഞാൻ അവന്റെ ഓരോ മൂവ്മെന്റ് രേഖപ്പെടുത്തിയിരുന്നു. കണ്ടോ, അമലിന് ഈ ഹോസ്പിറ്റലിലായിട്ട് എന്തോ ഒരു ടൈപ്പ് ഉണ്ട്. ആ അറ്റൻഡർക്ക് ഇവൻ എന്താ കൊടുത്തത് നമുക്കറിയണം.
അത് ഈ ഹോസ്പിറ്റലിനകത്ത് എങ്ങനെയെങ്കിലും കയറി പറ്റും. അതെങ്ങനെ പറ്റും സാറേ? അവിടെ മുഴുവൻ സ്റ്റാഫല്ലേ? അതിന് വഴിയുണ്ട്. എന്ത് വഴി? സാറേ ഇങ്ങനെ ഡോക്ടർ ഡോക്ടർ മകയുടെ അനിയനാണ് കരിക്കട വണ്ടി തെങ്ങ് പകുതി ആയപ്പോ 10 എന്ന് പറഞ്ഞ താഴെ വീണു. ഡോക്ടറെ എങ്ങനെയെങ്കിലും ഒന്ന് അഡ്മിറ്റ് ആക്കണം. എപ്പോഴാ പോണേ? ഇപ്പൊ ഒരു അരമണിക്കൂർ മുന്നേ. എവിടെ വേദന ഇത് മാറ്റാം? ഇവിടെ വേദന. എന്റെ വീട്ടിലാണ് ആരുമില്ല. ആകെ ഒരു അച്ഛൻ തളർന്ന് കിടപ്പിലാണ്. വീട്ടിൽ ഒരു കാര്യമില്ല. ഡോക്ടർ ഒന്ന് അഡ്മിറ്റ് ചെയ്യണം. ഒരു കാര്യം ചെയ്യും. എന്താ പേര്? സുബീഷ്. സുബീഷ്. ഞാൻ തൽക്കാലേ ഒന്ന് എക്സ്റേ എടുക്കാൻ വേണ്ടിട്ട് അവിടെ കൊടുത്തോട്ടെ. അയ്യോ സൂക്ഷിച്ചു സൂക്ഷിച്ചു. വകേര ചേട്ടൻ പോലെ. വലിയ പോയ അയ്യോ ഏജന്റ് പി, നീ അവൻ ഇവിടെ കിടന്ന് വാച്ച് ചെയ്യണം. അവൻ ആരൊക്കെ കാണൂ, എന്തൊക്കെ ചെയ്യുന്നു എല്ലാം നീ ഇവിടെ നിരീക്ഷിക്കണം. പിന്നെ എന്തെങ്കിലും സംശയം തോന്നി അപ്പം നീ എന്നെ വിളിക്കണം. അവന്റെ പുറത്തെ ആക്ടിവിറ്റീസ് ഞാൻ പുറത്തിരുന്ന് വാച്ച് ചെയ്യാം. ഓക്കെ ഓക്കെ സോറി സാറേ. സാറേ അല്ല ഓറഞ്ചോ മുന്തിരിയോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുതരാം കേട്ടോ. ദിയ, അതിൽ തന്നെ നോക്കിയിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അതെന്താണെന്ന് കണ്ടുപിടിക്കാൻ നോക്ക്. എന്നാ പിന്നെ ചേച്ചി കണ്ടുപിടിക്ക്. വാള് ചന്ദ്രകല. ഇതിപ്പോ കണ്ടിട്ട് എനിക്കൊന്നും മനസ്സിലാവണില്ല. ആ അതാണ് എന്റെ അവസ്ഥ. നമുക്ക് ജെമിനിനോട് ചോദിച്ചാലോ? ജെമിനിക്ക് ജെമിനി ചോദിച്ചോ. ജെമിനി, ഈ കാണുന്നത് എന്താണെന്നൊന്ന് പറയാമോ? ഇതൊരു വാളും ചന്ദ്രകലയുമുള്ള ഒരു ചിഹ്നമാണല്ലോ. പശ്ചാത്തലത്തിൽ കാണുന്നത് ഒരു ഭൂപടമാണെന്ന് തോന്നുന്നു. ഇതേതെങ്കിലും പ്രത്യേക രാജ്യത്തിന്റെയോ സംഘടനയുടെയോ ചിഹ്നമാണോ എന്നറിയണമെങ്കിൽ അതേക്കുറിച്ച് കൂടുതൽ അറിയേണ്ടി വരും. എന്തെങ്കിലും പ്രത്യേക കാര്യം അറിയാനുണ്ടോ? ഈ വാളിന് ചുറ്റും കാണുന്ന മഞ്ഞ നിറമുള്ള വര എന്താണ്? ആ ഭൂപടം പഴയ തിരുവിതാംകൂർ സാമ്രാജ്യത്തിന്റെ ആണെന്നാണ് തോന്നുന്നത്. ഇന്നത്തെ കേരളത്തിന്റെ തെക്കൻ ഭാഗങ്ങളും തമിഴ്നാടിന്റെ ചില ഭാഗങ്ങളും ചേർന്നതായിരുന്നു അത്. ചിഹ്നത്തിലെ വാളുകളും ചന്ദ്രക്കലയും തിരുവിതാംകൂർ രാജവംശത്തിന്റെ ചിഹ്നത്തിന്റെ ഭാഗമാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഭൂപടത്തിൽ കാണുന്ന സ്ഥലപ്പേരുകളൊന്ന് നോക്കാമോ? ഇത് ഗൂഗിൾ എർത്തുമായി ഒന്ന് കണക്ട് ചെയ്യാമോ? നിങ്ങൾ കാണിക്കുന്ന ഭൂപടം ഗൂഗിൾ എർത്തുമായി നേരിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല, കാരണം അതൊരു പഴയ ഭൂപടമാണ്. പക്ഷെ നിങ്ങൾക്ക് ഗൂഗിൾ എർത്തോ മാപ്സോ ഉപയോഗിച്ച് ആ ഭൂപടത്തിൽ കാണുന്ന സ്ഥലങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കാം. എന്നാ ഗൂഗിൾ എർത്ത് വഴി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ ദിയ? യെസ്. ഈ വളവും ഈ പുഴേന്റെ വളവും തമ്മിൽ കൃത്യമായിട്ട് മാച്ച് ആവുന്നുണ്ട്. അപ്പൊ ഈ പുഴ തന്നെയാണത്. കാട്ടുപോയിക്ക് എസ്റ്റേറ്റോ? അപ്പോ ഈ മാപ്പ് കാട്ടുപോയിക്ക് എസ്റ്റേറ്റിലുള്ള വഴിയാണോ? അതെ, അങ്ങോട്ടാരും പോവാറില്ല. അത് വലിയൊരു കാട്ടുപ്രദേശാണ്. അപ്പൊ അമൃതയെ കയറ്റി ജീപ്പും ആ വഴിക്കാവും പോയിട്ടുണ്ടാവുക. അതുകൊണ്ടായിരിക്കും പോലീസുകാര് തപ്പിയിട്ട് ആ ജീപ്പ് കിട്ടാഞ്ഞേ. അങ്ങനെയാണെങ്കിൽ അമൃതേച്ചി ആ എസ്റ്റേറ്റിൽ ഉണ്ടാവുമോ? മേ ബി. അർജു അവനും ടീമും വേറെ ഏതോ വഴിക്കാണ് അന്വേഷണം. അതുകൊണ്ട് നമുക്ക് ആരും അറിയാതെ ഈ വഴിക്കൊന്ന് പോയി നോക്കിയാലോ? യെസ്. എന്നാ വാ, അമ്മ വരുന്നതിന് മുന്നേ പോയി നോക്കാം.
ഞാൻ ആ വണ്ടിയിൽ ഒരു കുട്ടീന്റെ കൈ കണ്ടു. എനിക്ക് പേടിയുണ്ട് ചേച്ചി. ദിയ, ഇത് നമ്മൾ വിചാരിച്ചാലും വലിയ ഏതോ ടീമാണ്. ഇനി നമ്മളിവിടെ നിൽക്കണ സേഫ് അല്ല. നമുക്ക് വീട്ടിൽ പോയിട്ട് മാമനോട് കാര്യം പറയാം. കൂടെ വേഗം കഷ്ടപ്പെട്ടു. സോറി കിടക്കേണ്ടി വന്ന ആ കൊതുകിന്റെ ചെക്കു. സോറി സാർ. കൊതു മാത്രല്ല മുട്ടയുണ്ട്. ആ മുട്ടയുണ്ടേ കടിച്ച്. അർജുന, വലിയൊരു പ്രശ്നമുണ്ട്. എന്താ ഇത് നോക്ക്. എന്താ ഇത്? അത് മരക്കാൻ്റെ പോസ്റ്ററല്ലേ? ഏയ്, ദിയമോൾ അന്ന് മുറ്റത്ത് കളിച്ചോണ്ടിരുന്നപ്പം ഒരു പ്രാവിന്റെ കാലുമെന്ന് പേപ്പർ ചുരുളി കിട്ടി. ഞങ്ങൾ എന്നാൽ ആരും കാണാതെ ആ എസ്റ്റേറ്റിന്റെ ഗേറ്റ് വരെ പോയി നോക്കി. അതിന്റെ ഉള്ളിലൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു മാമ, കൈയൊക്കെ കെട്ടിയിട്ടിട്ട്. മാത്രല്ല, ഇന്നലെ എക്സാം കഴിഞ്ഞ് അമ്മേനെ സ്കൂട്ടിയിൽ വരുമ്പം ഒരു ജീപ്പ് കണ്ടു. എസ്റ്റേറ്റിൽ കണ്ട അതേ ജീപ്പ്, അതേ ആള്. ജീപ്പ്. ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്ന് ഫയൽ വാങ്ങിപ്പോയത് ഇതേപോലെ ജീപ്പാണ്. ജീപ്പ്, ഹോസ്പിറ്റൽ, മാപ്പ് എല്ലാം കണക്റ്റഡ് ആണ്. പ്രത്യൂഷ്, ഇത് നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടും തോന്നില്ല. പോലീസിന് സഹായം വേണ്ടി വരും. നമുക്ക് SI സാറെന്ന് വിളിച്ചാലോ? വിളിക്കണ്ട, പോയി കാണാം. എന്താ CID കിഡ്നാപ്പേഴ്സിനൊക്കെ പിടിച്ചോ? സാറേ, നമ്മൾ ഈഗോ ഒക്കെ മാറ്റി വെക്കേണ്ട സമയമായി. സാർ, ഇത് നമ്മൾ ഉദ്ദേശങ്ങൾ വലിയ എന്തോ ആണ്. മനുഷ്യക്കടത്തോ എന്തോ ഓർഗൻ മാഫിയോ അങ്ങനെ എന്തോ ആണ്. നീ പറഞ്ഞത് ശരിയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ ക്രൈമായിരിക്കും ഇത്. ഇതാ നോക്ക്, കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാണാതായ പെൺകുട്ടികളുടെ ഡാറ്റയാണിത്. ഇവർക്കൊക്കെ ഒരു കോമൺ ഫാക്ടർ ഉണ്ട്. ഒന്നുകിൽ അച്ഛനില്ലാത്തവർ, അല്ലെങ്കിൽ വളരെ പാവപ്പെട്ടവർ, അല്ലെങ്കിൽ ആരും അന്വേഷിക്കാനില്ലാത്തവർ. സാർ, ആ ഹോസ്പിറ്റൽ അറ്റൻഡർക്ക് ഇതുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട്. അതും കൂടി പറയാനാണ് ഞാൻ അങ്ങോട്ട് വന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെ ഹോസ്പിറ്റലിൽ വരുന്ന എല്ലാവരെയും ടാർഗറ്റ് ചെയ്യാൻ അവർക്ക് പറ്റില്ലല്ലോ. അവരുടെ ഹെൽത്ത് റെക്കോർഡും ഫാമിലി ബാക്ക്ഗ്രൗണ്ടും ഇവർക്ക് എങ്ങനെ കൃത്യമായിട്ട് കിട്ടുന്നു? അതിന് അവർക്കൊരു ഏജന്റ് ഉണ്ട് സാർ, അവനെനിക്കറിയാം. തലയില്ല സാർ, ഞാൻ പറയാം. ഞാൻ ഹെൽത്ത് ഇൻഷുറൻസ് ഏജന്റാ. ഒരു ദിവസം അനിൽ എന്ന ഒരാളെ എന്നെ അന്വേഷിച്ചു വന്നു. ഞാൻ ഇൻഷുറൻസ് എടുപ്പിച്ച വീടുകളിലെ കുട്ടികളുടെ റെക്കോർഡായിരുന്നു അയാൾക്ക് ആവശ്യം. എനിക്കതിന് നല്ല കമ്മീഷൻ അയാൾ ഓഫർ ചെയ്യുന്നു. പക്ഷെ എന്റെ സ്വന്തം പെങ്ങളെ അയാൾ കിഡ്നാപ്പ് ചെയ്ത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സാറേ.
സ്വന്തം പെങ്ങളെ കാണാതായിട്ട് നീ എന്താ പറയാറുള്ളത്? പറഞ്ഞവരെന്നെ കൊല്ലുന്നു പേടിച്ചിട്ടാ സാറേ. അനിലിപ്പോ ഇവിടെ ഉണ്ട്. പറയടാ. ഇവിടെ അടുത്തുള്ള ഒരു ബംഗ്ലാവിലാ. വലിയൊരു ഗ്യാങ്ങനെ അവരുടെ കൂടെ ഉണ്ട്. സാർ, ഞാൻ പ്രത്യൂഷിനെ കൂട്ടി ആ ബംഗ്ലാവിലേക്ക് പോവാണ്. ഇന്ന് രാത്രി 12 മണിക്കുള്ളിൽ എൻ്റെ കോൾ വന്നിട്ടില്ലെങ്കിൽ സാർ ഫോഴ്സിനെ കൂട്ടി അങ്ങോട്ട് വരണം. ഓക്കെ. Hey, how are you, boss? Boss, the shipment is ready, but there is one more slot left in the container. I expect your full attention. Okay, ready, boss. Yesterday, 2 kids saw near that spot. I followed them right away and found their address. The package is secure. Actually, boss, she's my next target. I will share the photo just now. Wait. See? പ്രത്യൂഷ്, ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. ഇതൊരു സായിപ്പാണല്ലോ. ഇതൊരു നമ്മുടെ നാട്ടിലല്ല. അല്ല, ഇന്ത്യക്കാരനല്ല. പക്ഷെ എനിക്ക് ഈ മുഖം നല്ല പരിചയമുണ്ട്. എന്നാൽ ഇതെനിക്കിത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണമില്ല. അർജുൻ, എന്തായി? നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇപ്പോഴും എനിക്ക് ആ വിറയിൽ മാറിയിട്ടില്ല. എന്റെ ദിയമോളെ അവര് ആരത്? ആർതർ എക്സ്റ്റീൻ. ഇയാളൊരു ഫോറിൻ ബിസിനസ്മാൻ ആണ്. പല രാജ്യങ്ങളിലും ഇയാൾക്ക് ബിസിനസ് ഉണ്ട്. മാത്രമല്ല, കരീബിയൻ കടലിൽ ഇയാൾക്ക് സ്വന്തമായിട്ട് ഒരു പ്രൈവറ്റ് ഐലൻഡ് വരെ ഉണ്ട്. സ്വന്തമായിട്ട് ദ്വീപോ? അല്ല, ഇയാൾക്ക് നമ്മുടെ നാട്ടിലെ പലിശക്കാരൻ അല്ലുമായിട്ട് എന്താ ബന്ധം? അതെന്താ കണ്ടുപിടിക്കണം. ഈ ഗേറ്റിലെ ലോഗോ
എനിക്കിപ്പോഴാണ് ഓർമ്മ വന്നത്. ഇതൊരു സാധാരണ കമ്പനിയുടെ ലോഗോ മാത്രമല്ല, ഇത് കരീബിയൻ അധോലോക മാഫിയയുടെ പഴയൊരു ചിഹ്നമാണ്. ദാറ്റ് മീൻസ് എക്സ്റ്റീൻ വെറും ഒരു ബിസിനസ്സുകാരൻ മാത്രമല്ല. മാമ, ഇയാൾക്കെതിരെ ഇന്റർപോൾ അന്വേഷിക്കുന്ന കുറെ രഹസ്യ കേസുകളുണ്ട്. ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളെ ഇയാളുടെ പ്രൈവറ്റ് ഐലൻഡിൽ താമസിപ്പിച്ചിട്ടുണ്ട്. I just have questions. Why would you do this to so many girls? Why did you do this to me? But it's so many mixed emotions I have towards that man. He was such a significant part of my life. ഈ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ വലിയൊരു മനുഷ്യക്കടത്ത് റാക്കറ്റിന്റെ തലവനാണ് ഞാൻ. ഒന്നെങ്കിൽ ഓർഗൻ ബിസിനസ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും. അപ്പം അമൃത മാത്രമല്ല, അവർ പിടിച്ചു വെച്ചിരിക്കുന്ന 99 കുട്ടികളെയും ഇന്ന് രാത്രി ഏതെങ്കിലും കണ്ടന്റ് ഷിപ്പ് കയറ്റി ഈ ദ്വീപിലേക്ക് അയക്കാനായിരിക്കും അവരുടെ പ്ലാൻ. പ്രതീഷ്, നമുക്കിനി തീരെ സമയമില്ല, എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. കാരണം അവർ ലക്ഷ്യം വെച്ചിരിക്കുന്നത് നമ്മുടെ ദിയയും കൂടെയാണ്. കൂട്ടിയിടേണ്ട കാര്യമൊന്നുമില്ല. ദിയമോളെ, പുറത്ത് എന്ത് ശബ്ദം കേട്ടാലും കുഞ്ഞ് പേടിക്കണ്ട, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. എടാ, നീ വേഗം പോലീസിനെ വിളിച്ച് വീടിന് ചുറ്റും കാവൽ നിർത്താൻ പറ, ഇപ്പൊ തന്നെ. അതുകൊണ്ട് എന്താ കാര്യമ്മ? ദിയ ചിലപ്പോ രക്ഷപ്പെടുമായിരിക്കും. പക്ഷെ അമൃത ഉൾപ്പെടെ ആ 99 കുട്ടികളോ? അവരുടെ ജീവൻ അവർക്കുമില്ലേ അമ്മമാര്? നിങ്ങൾ കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെ പോലീസിനോട് പറ. അവർ അനിലിനെ പിടിച്ച് ചോദ്യം ചെയ്യുമ്പോ സത്യങ്ങളൊക്കെ പുറത്തു വരില്ലേ? അതിന് അവരെവിടെ ഒളിപ്പിച്ചിരിക്കുന്നത് നമ്മക്കോ പോലീസിനോ ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ലല്ലോ. മാത്രല്ല, ദിയേനെ കിട്ടിയില്ലെങ്കിലും അവര് കണ്ടെയ്നർ വിദേശത്തോട്ട് കടത്തും. ഉണ്ണിമോളെ, നീ വിചാരിക്കുന്ന പോലെ ഒരു ലോക്കൽ ടീമല്ലത്. പിന്നെ പോലീസിന്റെ പ്രൊട്ടക്ഷൻ കിട്ടണമെങ്കിൽ അതിന് തക്കതായ കാരണം കാണിക്കണം. ആ ഗ്യാപ്പ് കൂടെ ദിയേനെ നമ്മുടെ കണ്ണു കൂടെ അത് കടത്തിക്കൊണ്ടുപോകും. ശരി അമ്മ, നമ്മളെ വീട് അത്ര സേഫ് അല്ല. ആരെന്ത് പറഞ്ഞാലും എന്റെ ദിയമോളാണ് എനിക്ക് വലുത്. അവളെ എങ്ങനെയെങ്കിലും പ്രൊട്ടക്ട് ചെയ്യണം. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ്. പക്ഷെ ദിയനെ രക്ഷിക്കാൻ ഈ ഒരു വഴി മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. Yes, boss, please be understand my situation. Sorry, I was locked. Give me a time, please, boss. See, this is my first time, okay? Did you face any trouble from my side before? No, right? Yes. Please be understand. Why you shout me? What? No! കോപ്പ്, നമ്മൾ ടാർഗറ്റ് ചെയ്ത പെൺകുട്ടിയെ അവരവിടെ പൂട്ടിയിട്ടിരിക്കുക. അവളെ കൂടെ കിട്ടിയെങ്കിൽ മാത്രമേ ഈ ഷിപ്മെന്റ് ഇവിടുന്ന് പുറപ്പെടാൻ പറ്റുള്ളൂ. എനിക്ക് അവളെ ഇവിടെ കിട്ടണം. അണ്ണാ,
അവരുടെ വീട്ടിൽ എപ്പോഴും ആളുകൾ ഉണ്ടാണ്. പകൽ സമയത്ത് അവളെ പോയി പൊക്കൽ കുറച്ച് റിസ്ക്കാ. I don't care. You are now my boss. How shout me? Go to your hell. I don't care about your people. I need a care in this house. Okay? ആ പെൺകുട്ടി എനിക്കിവിടെ കിട്ടിയിട്ടില്ലെങ്കിൽ അടുത്ത കണ്ടെയ്നറിൽ നിങ്ങളുടെ ആരെങ്കിലും കുട്ടിയെ ഞാൻ കടത്തി വിട്ടിരിക്കും. മനസ്സിലായോ? Boss, the shipment is ready, but there is one more slot left in the container. ഡോക്ടർ, അടുത്ത അവരുടെ ടാർഗറ്റ് ദിയയാണ്. വീടിന് കാവലുണ്ടെങ്കിലും അവരുടെ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ സംഭവിച്ചാൽ ബാക്കിയുള്ളവരുടെ ജീവനും കൂടി അപകടത്തിലാവും. അർജുൻ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ SP സാറിന് ടൗണിന് പുറത്ത് അടഞ്ഞു കിടക്കുന്ന ഒരു ആരും അങ്ങോട്ട് പോകാറില്ല. അവിടെ സേഫാണ്. നമുക്ക് SP-യോട് സംസാരിച്ച് ദിയാൻ അങ്ങോട്ട് മാറ്റാം. താങ്ക് യു സർ, അത് മതി. ഞാനും പ്രത്യേകിച്ച് ഇപ്പൊ തന്നെ അനിലിനെ തപ്പാണ്ടി പോവാണ്. ഞങ്ങളുടെ കൂടെ SI സാറും ഉണ്ട്. ഞാൻ ദേവുവിനോട് ഇപ്പൊ തന്നെ ദിയേനെ കൊണ്ട് അങ്ങോട്ട് പോകാൻ പറയാം. ഓക്കെ, എന്നാലും മതി. ഞാൻ എന്തായാലും സാറിനോട് പറഞ്ഞിട്ട് ചാവി ഒന്ന് വാങ്ങിക്കാം. ആ ശരി. പിന്നെ ദേവുവിനോട് അമരമ്പലം പാലം വഴി പോകാൻ പറയണം. അതാണ് ഒന്നുകൂടി സേഫ്. ആ ഓക്കെ. എന്ന് ശരി അമ്മ, ഞങ്ങൾ പോയിട്ട് വരാം. സൂക്ഷിച്ചു പോണേ. നീ മോളെ പിടിച്ചിരിക്കേ. കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. അമരമ്പലം പാലം വഴി പോവാനാണ് മാമൻ പറഞ്ഞത്. നമുക്ക് ഷോർട്ട് കട്ട് വഴി പോവാം. ഹലോ അർജുൻ, കുട്ടികൾ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ലല്ലോ. അവരെന്താ എത്ര വൈകുന്നത്? അങ്ങനെ വഴിയില്ലല്ലോ. അവർ വീട്ടിൽ നിന്ന് കുറേ നേരമായി. ഞാൻ തന്നെ പോയി നോക്കട്ടെ. ഞാൻ താക്കോലായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവരോടൊന്ന് പെട്ടെന്ന് വരാൻ പറയാം. നിങ്ങൾ പിടിച്ചോ? പക്ഷേ നീ പേടിക്കണ്ട, നമ്മളെ രക്ഷിക്കാൻ മാമൻ ഇങ്ങോട്ട് വരും. ഓക്കെ ഓക്കെ, ഐ വിൽ മാനേജ്. ബാക്കി കാര്യങ്ങൾ ഇവിടെ നിങ്ങൾ ഡീൽ ചെയ്താൽ മതി. ഇവിടുത്തത് ഞാൻ തന്നെ നോക്കിക്കോളാം. ഓക്കെ. ഹായ് ഡോക്ടർ. എന്താ സാർ, ആ കുട്ടികളെ കിട്ടിയോ? അർജുൻ ഇന്നലെ വിളിച്ചിരുന്നു അവൻ്റെ കുട്ടികളെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. ആക്ച്വലി അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിനാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. നിങ്ങളുടെ ഈ ഹോസ്പിറ്റലിലെ അറ്റൻഡർ രാജീവിന് ആ കിഡ്നാപ്പറുമായിട്ട് എന്തോ ബന്ധമുണ്ട്. അവനെ
ഒന്ന് ചോദ്യം ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്കൊന്ന് കസ്റ്റഡിയിലെടുക്കണം. രാജീവനോ? എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞാൻ അവനങ്ങോട്ട് വിളിക്കാം. ഡോക്ടർ, രാജീവനെ വിളിക്കണ്ട. ഡോക്ടർ ഈ ജന്മത്തിന് രാജീവനെ കാണാൻ പറ്റും തോന്നുന്നില്ല. ഇന്നലെ രാത്രി ഞങ്ങൾ അവനെ പൊക്കി പോലീസ് സ്റ്റേഷനിൽ ഇരുന്നിട്ട് അവൻ തത്ത പറയുന്ന പോലെ എല്ലാ സത്യങ്ങളും ഞങ്ങളോട് പറഞ്ഞു. സത്യങ്ങളോ? എന്ത് സത്യങ്ങള്? നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മിസ്റ്റർ ഫിലിപ്പ്, ഞങ്ങൾ രാജീവിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒന്നൊന്നല്ല. പാവപ്പെട്ട കുട്ടികളെ ചതിച്ച് വിദേശത്തൊക്കെ അയക്കുന്ന നിങ്ങൾ അറസ്റ്റ് ചെയ്യാം. യു ആർ അണ്ടർ അറസ്റ്റ്. ഡോക്ടർ, BP ഒന്ന് നോക്കിയാലോ? കൊള്ളാം അർജുൻ, നീ ഞാൻ വിചാരിച്ചാലും വലിയ കളിക്കാരനാ. എനിക്കെതിരെ എന്ത് തെളിവാണ് നിന്റെ അടുത്തുള്ളത്? ഞാൻ നാട്ടുകാരുടെ കണ്ണിലുണ്ണിയല്ലേ. ഇവിടെ എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഞാൻ ചികിത്സിക്കുക. ഈ ഫ്രീ ചികിത്സ തന്നെയാണ് ഡോക്ടറെ നിങ്ങളെ കുഴി മാന്തിയത്. ഇൻഷുറൻസ് അമല എന്ന ആക്ട് വെച്ച് ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ അന്വേഷിച്ചു. കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ കേരളത്തിൽ മിസ്സായ 98 പെൺകുട്ടികളുടെ ലിസ്റ്റാണത്. അവർക്കെല്ലാം ഒരു കോമൺ ഫാക്ടർ ഉണ്ടായിരുന്നു. അവരെല്ലാം കേരളത്തിലെ പല ചാരിറ്റി ഹോസ്പിറ്റലിലേക്കും ചികിത്സയ്ക്ക് വന്നവരാണ്. അതിന്റെ എല്ലാ ഓണർ നിങ്ങളും. ഡോക്ടറെ, നിങ്ങൾ കൊള്ളാൻ കേട്ടോ. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഗ്രൂപ്പും ആരോഗ്യമുള്ള കുട്ടികളെയും നിങ്ങൾ കണ്ടെത്തും. പിന്നെ നിങ്ങളുടെ ഗുണ്ട അനിൽ പോയിട്ട് അവരെ കിഡ്നാപ്പ് ചെയ്യും. കൊള്ളാം ഡോക്ടറെ, കൊള്ളാം. സമ്മതിച്ചു. നിങ്ങൾ 2 പേരും മിടുക്കന്മാരാണ്. എല്ലാം നിങ്ങൾ കണ്ടുപിടിച്ചു. പക്ഷെ നിങ്ങൾ തോറ്റുപോയി. ആ 98 കുട്ടികളും പിന്നെ നിങ്ങളുടെ ദൈവവും അവരെന്റെ രഹസ്യ സങ്കേതത്തിലാണ്. എന്നെ നിങ്ങൾ തൊട്ടാൽ അവര് പിന്നെ ജീവനോടെ പുറത്തു വരില്ല. ഇന്ന് രാത്രിയോടെ ആ കണ്ടെയ്നർ പോർട്ട് വിട്ടു പോകും. ഡോക്ടറെ, നിങ്ങളെ സ്ക്രിപ്റ്റ് ഇല്ലാത്തൊരു ട്വിസ്റ്റ് ഞങ്ങൾ ഇന്ന് രാവിലെ പ്ലാൻ ചെയ്തിരുന്നു. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കഴിയണം. കുറച്ച് റിസ്ക് ഉള്ള കാര്യം. പക്ഷെ ദിയാനെ രക്ഷിക്കാൻ ഈ ഒരു വഴി മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. സാറ് പറഞ്ഞനുസരിച്ച് ഞാൻ ലാൻഡ് റെക്കോർഡ്സ് ചെക്ക് ചെയ്യാൻ പോയതിൽ ഞങ്ങളൊന്ന് അന്വേഷിച്ചു പോയ എസ്റ്റേറ്റ് ഡോക്ടർ ഫിലിപ്പിന്റെ തറവാടാണ്. ഈ ഡോക്ടറുടെ വിശ്വസ്തനായ കിഡ്നാപ്പറാണ് അനിൽ. ആ അറ്റൻഡർ മുഖേനയാണ് ഇയാളുടെ എല്ലാ ഇടപാടും. മാത്രമല്ല, കേരളത്തിൽ പലയിടത്തും ഫ്രീ ചികിത്സ കൊടുക്കുന്ന ക്ലിനിക്കുകൾ ഇയാൾക്കുണ്ട്. മിസ്സിംഗ് ആയ കുട്ടികളെല്ലാം ഈ ക്ലിനിക്കുകളിൽ ചികിത്സ തേടിയവരായിരുന്നു. നമ്മളെ ചതിച്ചത് നമ്മൾ വിശ്വസിച്ച ആ ഡോക്ടറാണ്. ആദ്യം തോലിട്ട ചെന്നായ. അതുകൊണ്ട് ആ കുട്ടികൾ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത് അറിയാൻ നമുക്ക് ആ ഡോക്ടറെ തന്നെ ചൂണ്ടിടണം. എങ്ങനെ? ദിയെ സേഫ് ആക്കാൻ നമുക്ക് ഡോക്ടറോട് സഹായം ചോദിക്കാം. ആ അവസരം അവരെടുത്ത് അവർ ദിയെ കിഡ്നാപ്പ് ചെയ്തു. നീ എന്ത് പ്രാന്താർജി പറയണത്? ദിയേനെ അവർക്ക് ഇട്ടുകൊടുക്കാനോ? ഒരിക്കലും ഞാനത് സമ്മതിക്കില്ല. അമ്മ, മാമ പറഞ്ഞത് ശരിയാണ്. ഇതല്ലാതെ വേറെ വഴിയില്ല. നമ്മൾ പോലീസിനെ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ചിലപ്പോ കുട്ടികളെ കൊന്നു കളയും. പക്ഷെ അങ്ങനെ ചെയ്താലും ആ സ്ഥലം നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? ഞാൻ അവരെ ഫോളോ ചെയ്ത് പോകും. വേണ്ട, ആരും ഫോളോ ചെയ്ത് പോണ്ട. അതിലും നല്ലൊരു ഐഡിയ എനിക്കിടെ കയ്യിലുണ്ട്. എന്റെ പഴയ കോളർ ബെൽറ്റിന്റെ ഉള്ളിലെ GPS ഡിവൈസ്. നിങ്ങളെ കുട്ടികളെ എവിടെ ഒളിപ്പിച്ച് വെച്ചെന്ന് ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞങ്ങൾ ദിയയുടെ ഡ്രസ്സിൽ ഒരു ചെറിയ GPS ഒളിപ്പിച്ചു. മിസ്റ്റർ ഡോക്ടർ, നിങ്ങൾ എനിക്ക് ഫോൺ വിളിച്ച് പറഞ്ഞ് മനസ്സിലിരിക്കുമ്പോൾ ഇവിടെ SSRും ടീമും ആ GPS വെച്ച് ആ ഫോറസ്റ്റിന്റെ അടുത്തുള്ള നിങ്ങളെ തറവാട് വക എസ്റ്റേറ്റ് വളഞ്ഞിരുന്നു.
പേടിക്കണ്ട, എല്ലാം നമ്മൾ പ്ലാൻ പോലെ നടന്നിട്ടുണ്ട്. അതെ ഡോക്ടറെ, തൻ്റെ വലങ്കായി അനിലിനെയും ടീമിനെയും അടിച്ച് പഞ്ഞിക്കിട്ട് ലോക്കപ്പ് കയറ്റിയിട്ടുണ്ട്. അതും കഴിഞ്ഞിട്ടാ തന്നെ കാണാൻ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. രമേശാ, സാറിനെ ജീപ്പ് കയറ്റിക്കോ. യെസ് സാർ. ഇതെങ്ങനെ സാറേ, പോയാലോ? എണീക്ക്. വിശ്രമമൊക്കെ ഈ സ്റ്റേഷനിൽ ചെന്നാവാം. കേരളത്തെ നടുക്കിയ പെൺകുട്ടികളുടെ തിരോധാനത്തിന് പിന്നിൽ പ്രവർത്തിച്ച കേർവെൽ ഹോസ്പിറ്റൽ ഉടമ ഡോക്ടർ ഫിലിപ്പും വൻ മാഫിയ സംഘവും അറസ്റ്റിൽ. ഇന്റർപോളിന്റെ സഹായത്തോടെ വിദേശിയായ ആർദർ എക്സ്റ്റിനെയും പോലീസ് വലയിലാക്കി. കേസ് തെളിയിക്കാൻ പോലീസിനെ സഹായിച്ച പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് അർജുൻ, പ്രത്യൂഷ് എന്നിവരെ മുഖ്യമന്ത്രി നേരിട്ടെത്തി അഭിനന്ദിച്ചു. മിസ്സിംഗ് ആയ അമൃത എന്ന പെൺകുട്ടിയെ അന്വേഷിച്ചിറങ്ങിയപ്പോഴാണ് ഈ വൻ സംഘം വലയിലായത്. കേസൊക്കെ തെളിഞ്ഞ സ്ഥിതിക്ക് ദാ ഞങ്ങളുടെ വക ചെറിയൊരു ഗിഫ്റ്റ്. നിന്റെ CID ഓഫീസ് തുടങ്ങാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഈ തസ്സേളിന് സിംഹത്തിന് വെള്ളം പിടിക്കാൻ പോവോ? ഹലോ, CID അർജുൻ സ്പീക്കിംഗ്. മിസ്റ്റർ CIDs, എനിക്കൊരു മിസ്സിംഗ് കേസ് അന്വേഷിക്കാനുണ്ട്. What happened? പുതിയ കേസ്. Agent P. Sir. CID Nikki. Yes. Get ready. Come on. Yes, sir. ഇരുളിൽ മറയും രഹസ്യങ്ങൾ തേടി കൂളിംഗ് ഗ്ലാസ് വെച്ച് വരുന്നിതാ CID. അർജുന്റെ സ്റ്റൈലാണ്, കോൺഫിഡൻസ് മാസാണ്, കൂട്ടിനും പിന്നാലെ വരുന്നവൻ ക്ലാസാണ്. നിയമങ്ങൾ പടിയെത്തും പ്രത്യുഷൊപ്പമുണ്ട്, PC വകുപ്പുകൾ അവന്റെ പോക്കറ്റിലുണ്ട്. എത്ര വലിയ കുരുക്കായാലും സിമ്പിളായി അഴിക്കാൻ സെറ്റപ്പുകൾ ഒരുക്കി ബാക്കിൽ
case closed.